Good afternoon, ma'am. Okay, good afternoon, Shruti. Good afternoon, ma'am. Good afternoon, Kartika, Merlin. Okay, Shamir, Rashid. Afternoon. Tell me to wait here, then. For one period. Okay, Anjana, good afternoon, Nasrin. ഇന്നലെ എടുത്ത കാര്യങ്ങളൊക്കെ വായിച്ചു നോക്കിയോ? ഇന്നലെ നമ്മള് എടുത്ത ഭാഗങ്ങൾ എല്ലാവരും വായിച്ചൊക്കെ നോക്കിയോ? വായിച്ചു നോക്കി. ക്ലിയർ ആണോ അത്രയും ഭാഗങ്ങള്? ക്ലിയർ അല്ലേ? അപ്പൊ നമ്മള് ഇതിന് പറഞ്ഞു നിർത്തിയിട്ട് ഇൻഡിക്കേറ്റേഴ്സ് വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് അല്ലെ? ഓക്കെ, ഇൻഡിക്കേറ്റേഴ്സ് ഓരോ എന്തൊക്കെ ഇൻഡിക്കേറ്റേഴ്സുകളാണ് നമുക്കൊരു പബ്ലിക് റിലേഷന് അല്ലെ, പബ്ലിക് റിലേഷനെ ഇവാലുവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇൻഡിക്കേറ്റേഴ്സുകൾ നമ്മൾ ജസ്റ്റ് പോയിന്റുകളൊക്കെ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കറിയേണ്ടത് ഈ ഓരോ ഇൻഡിക്കേറ്റേഴ്സും ഏത് രീതിയിലാണ് പബ്ലിക് റിലേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞു അല്ലെ, ഇൻഡിക്കേറ്റേഴ്സ് എന്തിനാണ് സഹായിക്കുന്നത്? ഇൻഡിക്കേറ്റേഴ്സ് ഹെൽപ്സ് ടു ഐഡന്റിഫൈ വേസ് ഓഫ് ഇംപ്രൂവിംഗ് മെഡിക്കൽ കെയർ ആൻഡ് അൾട്ടിമേറ്റ്ലി ട്രാൻസ്ലേറ്റ്സ് ഇൻ ടു ബെറ്റർ ആൻഡ് ഹാപ്പിയർ പേഷ്യൻസ് അല്ലെ. നമുക്കറിയാം ഈ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് രോഗികൾക്ക് കൊടുക്കുന്ന ആ ഒരു മെഡിക്കൽ പരിചരണങ്ങള് ഇംപ്രൂവ് ചെയ്യുന്ന വഴികൾ ഏതൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് എന്ത് സഹായിക്കുന്നുണ്ട്? ഇൻഡിക്കേറ്റേഴ്സ് സഹായിക്കുന്നുണ്ട്. അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? രോഗികൾക്ക് കൊടുക്കുന്ന പരിചരണങ്ങൾ കുറെ കൂടെ നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. അതിലൂടെ നമുക്ക് പേഷ്യന്റിനെ ബെറ്റർ ആക്കാനും കുറെ കൂടെ അവരെ ഹാപ്പിയർ ആക്കി മാറ്റാനും സാധിക്കും. ഓക്കെ, ഇത്രയും നമ്മൾ ഇന്നലെ പറഞ്ഞതാണ്. പിന്നെ സർവേയെ പറ്റി പറഞ്ഞു അല്ലെ. സർവേ എങ്ങനെയൊക്കെ നമുക്ക് കണ്ടക്ട് ചെയ്യാം? ഇറ്റ് ക്യാൻ ബി കണ്ടക്റ്റഡ് ബൈ എൻ ഔട്ട്ഡോർ സർവേ ഏജൻസി ഓർ ഡൺ ആസ് ഇൻ ഹൗസ് സർവേ. സർവേകൾ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നില്ലെങ്കിൽ ഒരു തേർഡ് ഒരു തേർഡ് പാർട്ടി ആയിട്ട് അല്ലെ, അതായത് ഒരു തേർഡ് പാർട്ടി, ദാറ്റ് മീൻസ് ഔട്ട്ഡോർ ഏജൻസി വഴിയായിട്ട് നമുക്ക് സർവേകൾ കണ്ടക്ട് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഹോസ്പിറ്റലിനകത്തും സർവേകൾ നടത്താം. അവിടെ വന്നു പോകുന്ന പേഷ്യന്റിന്റെ ഇടയിൽ നമുക്ക് എന്ത് നടത്താം? സർവേകൾ കണ്ടക്ട് ചെയ്യാവുന്നതാണ് അല്ലെ. എങ്ങനെയാണ് നമ്മൾ ഒരു സർവേ നടത്തുന്നത്? എ സർവേ ക്വസ്റ്റ്യനെയർ വിത്ത് ഓപ്ഷൻസ് ഈസ് പ്രൊവൈഡഡ് ടു ദ പേഷ്യൻസ് അല്ലെ. ഓപ്ഷൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യനെയർ നമ്മൾ കൊടുക്കും അല്ലെ. എന്നിട്ടാണ് നമ്മൾ ആ ഒരു സർവേ നടത്തുന്നത്. നമ്മുടെ വീടുകളിലൊക്കെ സർവേക്ക് ആളുകൾ വരാറില്ല. അപ്പൊ നമുക്കൊരു നോട്ടീസ് ഒക്കെ തരും അല്ലെ. അതിനകത്ത് നമുക്ക് യെസ് ഓർ നോ പോലെയുള്ള കുറെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഉണ്ടാവും അല്ലെ. അങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യനെയർ കൊടുത്തിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്? സർവേ കണ്ടക്ട് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അത്രയാണ് അവിടെ പറയുന്നത്. ഇനി അടുത്തത് നമ്മള് ഇൻഡിക്കേറ്റേഴ്സിനെ പറ്റി മനസ്സിലായി. ഇൻഡിക്കേറ്റേഴ്സ് എന്തിനൊക്കെ സഹായിക്കുന്നു എന്നുള്ളത് മനസ്സിലായി. ഇനി നമുക്ക് എങ്ങനെയാണ് അത് പബ്ലിക് റിലേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, അത് നമ്മൾ പഠിച്ചു വെക്കേണ്ട പോയിന്റുകളാണ് കേട്ടോ. ഓക്കെ, അപ്പൊ അത് നമുക്ക് നോക്കാം. ഓരോ ബോക്സിൽ എന്താ പറയുന്നത് നോക്കാം. ഫസ്റ്റ് വൺ വരുന്നത് കസ്റ്റമർ കംപ്ലൈന്റ്സ് ആണ് കേട്ടോ. അവിടെ ഒരു കോട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കോട്ട് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. കോട്ട് എന്നതാണ്, ഇറ്റ് ഈസ് നോട്ട് എ കംപ്ലൈന്റ് ദ കസ്റ്റമർ റിമെമ്പേഴ്സ് ബട്ട് ദ ഔട്ട്കം. ഇതാരാണ് പറഞ്ഞത്? ആ പറഞ്ഞ വ്യക്തിയുടെ പേര് ഇസോഡോ ഷാർപ്പ് എന്നാണ് കേട്ടോ. ഇസോഡോ ഷാർപ്പ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കോട്ടാണത്. ഇറ്റ് ഈസ് നോട്ട് എ കംപ്ലൈന്റ് ദ കസ്റ്റമർ റിമെമ്പേഴ്സ് ബട്ട് ദ ഔട്ട്കം. അതായത് കസ്റ്റമർ ഓർക്കുന്നത് ഒരിക്കലും കംപ്ലൈന്റിനെ പറ്റിയിട്ടല്ല, അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഔട്ട്കമ്മിനെ പറ്റിയിട്ടാണ് എപ്പോഴും കസ്റ്റമർ ഓർക്കുന്നത് എന്ന് പറയുന്നത് ആരുടെയാണ്? ആ കോട്ട് ഇസാഡോ ഷാർപ്പിന്റെ ഒരു കോട്ടാണ് കേട്ടോ. ഓക്കെ, അത് ചോദിച്ചു കണ്ടിട്ടൊന്നുമില്ല, എങ്കിലും നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഇനി നമുക്ക് നോക്കാം,
നമ്പർ ഓഫ് കംപ്ലൈന്റ്സ് റിസീവ്ഡ് എന്താണ് അവിടെ പറയുന്നത്? അവിടെ നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് മാഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് എഴുതി വെക്കണം കേട്ടോ. അതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. എന്താണ് അവിടെ പറയുന്നത്? ലെസ് ദ നമ്പർ ഓഫ് കംപ്ലൈന്റ്സ് റിസീവ്ഡ് ബെറ്റർ ഈസ് ദ പബ്ലിക് റിലേഷൻ. നമുക്കറിയാം നമ്പർ ഓഫ് കംപ്ലൈന്റ്സ് എന്ന് പറയുന്നത് ഒരു ഇൻഡിക്കേറ്റർ ആണ് അല്ലെ. ആ ഇൻഡിക്കേറ്റർ എങ്ങനെയാണ് ഒരു പബ്ലിക് റിലേഷന് നമുക്ക് അത് വെച്ച് മെഷർ ചെയ്യാൻ പറ്റാം? ആ ഒരു പോയിന്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. ലെസ് ദ നമ്പർ ഓഫ് കംപ്ലൈന്റ്സ് റിസീവ്ഡ് ബെറ്റർ ഈസ് ദ പബ്ലിക് റിലേഷൻ. നമുക്ക് ലഭിക്കുന്ന പരാതികളുടെ എണ്ണം കുറവാണ് എങ്കിൽ, പരാതികളുടെ എണ്ണം കുറവാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അവിടെ നല്ല പബ്ലിക് റിലേഷൻ ഉണ്ടെന്നാണ് സൂചിപ്പിക്കുന്നത് അല്ലെ. ബെറ്റർ ഈസ് ദ പബ്ലിക് റിലേഷൻ. ഒന്നാമത്തെ പോയിന്റ് അതാണ് കേട്ടോ. ഒന്നാമത്തെ പോയിന്റ് അതാണ്. ലെസ് ദ നമ്പർ ഓഫ് കംപ്ലൈന്റ്സ് റിസീവ്ഡ് ഡാഷ് ഈസ് ദ പബ്ലിക് റിലേഷൻ എന്നൊക്കെ ചോദിക്കും. എന്താണ്? ബെറ്റർ ഈസ് ദ പബ്ലിക് റിലേഷൻ. ഓക്കെ, കിട്ടിയോ? മനസ്സിലായോ? ലെസ് ദ നമ്പർ ഓഫ് കംപ്ലൈന്റ്സ് റിസീവ്ഡ് ബെറ്റർ ഈസ് ദ പബ്ലിക് റിലേഷൻ. നമുക്ക് തന്നെ ആലോചിച്ചാൽ അറിയാൻ പറ്റും അല്ലെ. ഒരുപാട് പരാതികൾ വരിക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അവിടുത്തെ സർവീസുകൾ അത്ര പ്രോപ്പർ അല്ല, അവിടെ നല്ല പബ്ലിക് റിലേഷൻ ഇല്ല എന്നാണ് അത് സൂചിപ്പിക്കുന്നത്. അതേസമയം കംപ്ലൈന്റുകളുടെ എണ്ണം കുറവാണെങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നല്ലൊരു പബ്ലിക് റിലേഷൻ ഉണ്ടെന്നാണ്. ഓക്കെ, ഇനി അടുത്തതാണ് ജനറൽ ഒപ്പീനിയൻ പോൾ. പിന്നെ മറ്റൊരു ഇൻഡിക്കേറ്റർ നമ്മൾ പറഞ്ഞത് ജനറൽ ഒപ്പീനിയൻ പോൾ ആണ് അല്ലെ. പൊതു ജനാഭിപ്രായ വോട്ടെടുപ്പാണ് അല്ലെ. ഓക്കെ, മോസ്റ്റ്ലി പെർട്ടൈൻസ് ടു എ സിംഗിൾ ക്വസ്റ്റ്യൻ, സിറ്റുവേഷൻ ഓർ പ്രോബ്ലം ദാറ്റ് നീഡ്സ് ആൻ ആൻസർ. അപ്പൊ ജനറൽ ഒപ്പീനിയൻ പോൾ എന്ന് പറയുമ്പോൾ അത് എന്തുമായിട്ട് റിലേറ്റഡ് ആണ്? ഇറ്റ് റിലേറ്റ്സ് ടു എന്താണ്? മോസ്റ്റ്ലി പെർട്ടൈൻസ് ടു എ സിംഗിൾ ക്വസ്റ്റ്യൻ. ഒന്നില്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ആവാം, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ ആവാൻ, ഒരു പ്രോബ്ലം, ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പ്രോബ്ലം. അത് നമ്മൾ പൊതുജനങ്ങളുടെ അഭിപ്രായം അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? പൊതുജനങ്ങൾക്ക് ഇട്ടുകൊടുക്കുകയാണ്. അപ്പൊ അതിനെ പറ്റിയിട്ടുള്ള അവരുടെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒപ്പീനിയൻസ് നമുക്ക് അതിലൂടെ കളക്ട് ചെയ്യാൻ പറ്റും അല്ലെ. അപ്പൊ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? പബ്ലിക് റിലേഷന് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. സോ ജനറൽ ഒപ്പീനിയൻ പോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് പെർട്ടൈൻസ് ടു, ഇറ്റ് ഇൻക്ലൂഡ്സ് എ സിംഗിൾ ക്വസ്റ്റ്യൻ, സിറ്റുവേഷൻ ഓർ എ പ്രോബ്ലം ദാറ്റ് നീഡ്സ് ആൻ ആൻസർ. നമുക്കൊരു ആൻസർ ആവശ്യമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആവാം, ചിലപ്പോൾ ഒരു പ്രോബ്ലമാറ്റിക് സിറ്റുവേഷൻ ആവാം. നമ്മളത് പൊതുജനങ്ങളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുന്നു? അവരുടെ അഭിപ്രായങ്ങൾ കളക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോ ആദ്യത്തെ പോയിന്റ് ഓർമ്മയുണ്ടല്ലോ. ലെസ് ദ നമ്പർ ഓഫ് കംപ്ലൈന്റ്സ് റിസീവ്ഡ് ബെറ്റർ ഈസ് ദ പബ്ലിക് റിലേഷൻ. ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തത് കേട്ടോ, രണ്ടാമത്തെ ബോക്സ് ഒന്ന് നോക്കിയേ. ആ ബോക്സിൽ പറയുന്നത് എക്സ്റ്റെന്റ് ഓഫ് വോളണ്ടറി എഫേർട്ട് ബൈ ദ കമ്മ്യൂണിറ്റി. അത് വേറൊരു ഇൻഡിക്കേറ്റർ ആണ് അല്ലെ. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ പബ്ലിക്കിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്ന വോളണ്ടറി എഫേർട്സ്, അവര് സ്വമേധയായി എടുക്കുന്ന എഫർട്ടുകള്, അതുവഴി നമുക്ക് പബ്ലിക് റിലേഷൻ അറിയാൻ പറ്റും അല്ലെ, ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് പറ്റുമെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്. ഇനി ആരാണ് വോളണ്ടറി കോപ്സ് അല്ലെങ്കിൽ വോളണ്ടിയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? Voluntary corps or volunteers are the public spirited and service minded people providing extra services അല്ലെ. അതായത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള ആളുകളാണ് അവര് പൊതുബോധമുള്ള, സേവന മനോഭാവമുള്ള ഒരു കൂട്ടം ആളുകളാണ് എന്ത്? വോളണ്ടിയേഴ്സ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ഹെൽത്ത് കെയറുമായിട്ട് ബന്ധപ്പെട്ട വോളണ്ടിയേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആരോഗ്യ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് എക്സ്ട്രാ സേവനങ്ങളൊക്കെ കൊടുക്കുന്നതിന് സന്നദ്ധരായിട്ടുള്ള ഒരു സേവന മനോഭാവമുള്ള പൊതുബോധമുള്ള ആളുകളെയാണ് നമ്മൾ വോളണ്ടിയേഴ്സ് അഥവാ വോളണ്ടറി കോപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അവരെന്തൊക്കെ ചെയ്യുന്നു? ദേ ഹെൽപ് പേഷ്യൻസ് ഹോസ്റ്റ് തിങ്സ് ഇൻ പേഷ്യന്റ് കെയർ ഏരിയാസ്. അവർ പേഷ്യൻസിനെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പേഷ്യന്റ് കെയർ ഏരിയാസിന്റെ കാര്യങ്ങളൊക്കെ അവർ കണ്ടക്ട് ചെയ്യുന്നുണ്ട് അല്ലെ. ആരോഗ്യ മേഖലയിലുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളൊക്കെ അവരെന്ത് ചെയ്യുന്നുണ്ട്? അതൊക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്, ഹോസ്റ്റ് ചെയ്യുന്നുണ്ട്, പേഷ്യൻസിനെ സഹായിക്കുന്നുണ്ട്. അതൊക്കെ അവര് ചെയ്യുന്ന കാര്യങ്ങളാണ് അല്ലെ. നമുക്ക് പഠിക്കാനുള്ള പോയിന്റ് എന്താണെന്ന് നോക്കിയേ. ലാസ്റ്റത്തെ പോയിന്റ് ആണ്, അണ്ടർലൈൻ ചെയ്ത് വെക്കാം. മോർ വോളണ്ടിയറിസം ഇൻ എ ഹോസ്പിറ്റൽ ബെറ്റർ ദ പബ്ലിക് റിലേഷൻ. അതാണ് മോർ വോളണ്ടിയറിസം ഇൻ എ ഹോസ്പിറ്റൽ. ഒരു ഹോസ്പിറ്റലിലെ വോളണ്ടിയറിസം കൂടുതലാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ബെറ്റർ ദ പബ്ലിക് റിലേഷൻ, നല്ലൊരു പബ്ലിക് റിലേഷൻ ഉണ്ട് എന്നാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അതായത് കൂടുതൽ വോളണ്ടിയറിസം എന്ന് പറഞ്ഞാൽ എന്താണ്? കൂടുതൽ ആളുകൾ, പബ്ലിക്കിൽ നിന്ന് ഒരുപാട് ആളുകൾ സ്വമേധയാ എന്ത് ചെയ്യാണ്? ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മുന്നിട്ടിറങ്ങുന്നു, അല്ലെങ്കിൽ അതിനു വേണ്ടി പ്രവർത്തിക്കുന്നു. ആരുടെയും നിർബന്ധത്തിന്റെ പുറത്തല്ല, അവര് സ്വമേധയാ ചെയ്യുന്ന കാര്യങ്ങളാണ്. അങ്ങനെ ആളുകൾ ചെയ്യണമുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്?
ആ ഹോസ്പിറ്റലിന് പബ്ലിക്കുമായിട്ട് നല്ല റിലേഷൻ ഉള്ളത് കൊണ്ടാണ് അല്ലെ. സോ മോർ വോളണ്ടിയറിസം ഇൻ എ ഹോസ്പിറ്റൽ ബെറ്റർ ദ പബ്ലിക് റിലേഷൻ. രണ്ടാമത്തെ പോയിന്റ് കേട്ടോ. ഓക്കെ ടെൻസി ഗുഡ് ആഫ്റ്റർനൂൺ എത്തി. ഇന്ന് ലേറ്റ് ആയോ ജോയിൻ ചെയ്യാനായിട്ട്? നെക്സ്റ്റ് കേട്ടോ, അടുത്ത പോയിന്റ് ഇതാണ് ടേൺ ഓവർ ഓഫ് മെഡിക്കൽ സ്റ്റാഫ് കേട്ടോ. മൂന്നാമത്തെ പോയിന്റ് എന്താണ്? ടേൺ ഓവർ ഓഫ് മെഡിക്കൽ സ്റ്റാഫ്. ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഈ ജോബ് അതായത് ജോലി ലീവ് ചെയ്തു പോകുന്ന എംപ്ലോയീസ് കേട്ടോ, അവരെയാണ് എംപ്ലോയീസ് പോകുന്ന ഒരു അവസ്ഥ. അതാണ് നമ്മൾ ടേൺ ഓവർ എന്ന് പറയുന്നത് കേട്ടോ. ടേൺ ഓവർ എന്ന് പറയുന്നത് കേട്ടോ, അതായത് ജോലി വേണ്ടാന്ന് വെച്ച് ജോബ് ലീവ് ചെയ്തു പോകുന്ന ആ ഒരു അവസ്ഥ. ദാറ്റ് ഈസ് കോൾഡ് ടേൺ ഓവർ കേട്ടോ. അപ്പൊ നോക്കിയേ, ടേൺ ഓവർ ഓഫ് മെഡിക്കൽ സ്റ്റാഫ് നമ്മുടെ പോയിന്റ് അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്, അണ്ടർലൈൻ ചെയ്ത് വെക്കാം. മിനിമൽ ടേൺ ഓവർ ഓഫ് ദ സ്റ്റാഫ് ഈസ് എൻ ഇൻഡിക്കേഷൻ ഓഫ് എന്താണ്? ഗുഡ് പബ്ലിക് റിലേഷൻസ് ഓഫ് ദ ഓർഗനൈസേഷൻ അല്ലെ. എന്താണ്? മിനിമൽ ടേൺ ഓവർ ഓഫ് ദ സ്റ്റാഫ് ഈസ് എൻ ഇൻഡിക്കേഷൻ ഓഫ് ഗുഡ് പബ്ലിക് റിലേഷൻസ് ഓഫ് ദ ഓർഗനൈസേഷൻ അല്ലെ. അതായത് കുറഞ്ഞ ടേൺ ഓവർ, സ്റ്റാഫുകളുടെ ടേൺ ഓവർ നിരക്ക് കുറവാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അതിന് ഓർഗനൈസേഷനുമായിട്ട് നല്ല പബ്ലിക് റിലേഷൻ ഉണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത് അല്ലെ. കൂടുതൽ ആളുകള് കുറച്ച് ആളുകള് ജോലി വിട്ടുപോവാണ്. ജോലി വിട്ടുപോവാന്ന് പറഞ്ഞാൽ പല കാരണങ്ങൾ കൊണ്ടാവാം അല്ലെ. ചിലപ്പോൾ ആ ജോലി സാഹചര്യം മോശമായതുകൊണ്ടാവാം, അല്ലെങ്കിൽ അവർക്ക് ഡിസർവിംഗ് ആയിട്ടുള്ള സാലറി ലഭിക്കാത്തത് കൊണ്ടാവാം, എന്തെങ്കിലും എന്താണ് ഇൻകൺവീനിയന്റ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടാകാം. അതുകൊണ്ടാണ് ആളുകൾ ജോലി വേണ്ടാന്ന് വെച്ച് പോകുന്നത് അല്ലെ. അപ്പൊ ഇവിടെ എന്ന് പറയുമ്പോൾ മിനിമൽ ടേൺ ഓവർ ആണ്. അങ്ങനെയാണെങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? ഗുഡ് പബ്ലിക് റിലേഷൻ. അപ്പൊ 3 പോയിന്റുകൾ നമ്മൾ പറഞ്ഞു കേട്ടോ. ഇതൊക്കെയാണ് ലെസ് ദ നമ്പർ ഓഫ് കംപ്ലൈന്റ്സ് റിസീവ്ഡ് ബെറ്റർ ഈസ് ദ പബ്ലിക് റിലേഷൻ. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് എന്താണ്? മോർ വോളണ്ടിയറിസം ഇൻ എ ഹോസ്പിറ്റൽ ബെറ്റർ ദ പബ്ലിക് റിലേഷൻ. മൂന്നാമത്തെ പോയിന്റ് എന്താ നമ്മൾ പഠിച്ചത്? മിനിമൽ ടേൺ ഓവർ ഓഫ് ദ സ്റ്റാഫ് ഇൻഡിക്കേറ്റ്സ് എ ഗുഡ് പബ്ലിക് റിലേഷൻ ഓഫ് ദ ഓർഗനൈസേഷൻ. ഓക്കെ, 3 പോയിന്റുകൾ കിട്ടിയിട്ടാ. ഓക്കെ അല്ലേ? 3 പോയിന്റുകൾ മനസ്സിലായോ? അടുത്തത് കേട്ടോ, നെക്സ്റ്റ് വരുന്നത് കഴിഞ്ഞിട്ടില്ല, ഇനിയുണ്ട്. കൺസിസ്റ്റൻസി ഇൻ അറ്റൻഡൻസ് ബൈ ദ പേഷ്യൻസ് അല്ലെ. പേഷ്യൻസിന്റെ അറ്റൻഡൻസിൽ വരുന്ന ആ ഒരു കൺസിസ്റ്റൻസി. ഓക്കെ പ്രസീത, ഗുഡ് ആഫ്റ്റർനൂൺ. ഇങ്ങനെ പോകണം പ്രസീത, കുഴപ്പമൊന്നുമില്ലല്ലോ അവിടെ? അപ്പൊ നോക്കാം, കൺസിസ്റ്റൻസി ഓക്കെ ആണ് അല്ലെ. ഇന്ന് ഓക്കെ ആണ്. ദുബായിലൊന്നും കുഴപ്പമില്ല എന്നാണ് കേട്ടത് കേട്ടോ, വലിയ കുഴപ്പമൊന്നുമില്ല. ഓക്കെ ശരി. അപ്പൊ നെക്സ്റ്റ് പോയിന്റ് ഇതാണ്, കൺസിസ്റ്റൻസി ഇൻ അറ്റൻഡൻസ് ബൈ ദ പേഷ്യൻസ് കേട്ടോ. പേഷ്യൻസിന്റെ അറ്റൻഡൻസിൽ ഉണ്ടാകുന്ന ആ ഒരു കൺസിസ്റ്റൻസി, അത് വെച്ചും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പബ്ലിക് റിലേഷനെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും അല്ലെ. ഇങ്ങനെ നമുക്ക് നോക്കാം. ഓക്കെ, ഹയർ പേഷ്യന്റ് ടേൺ അപ്പ് when patients are reminded of their appointment as a text message, email or over the phone. ശരിയാണ് അല്ലെ. നമ്മളിപ്പോ ഒരു പേഷ്യന്റ് അപ്പോയിന്റ്മെന്റ് എടുത്തു കഴിഞ്ഞ്, ഇതിപ്പോ അങ്ങനെയാണ്, ഇതിപ്പോ നമ്മൾ അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഉടനടി തന്നെ നമുക്ക് നമ്മുടെ മൊബൈലിൽ മെസ്സേജ് വരും അല്ലെ. ടെക്സ്റ്റ് മെസ്സേജ് വരും, വാട്സപ്പിൽ നമുക്ക് മെസ്സേജ് ഒക്കെ വരാറുണ്ട് അല്ലെ. ഇന്ന ദിവസം ഇന്ന ഡോക്ടറായിട്ട് നിങ്ങളുടെ അപ്പോയിന്റ്മെന്റ് ഇന്ന സമയം ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാറുണ്ട്? മെസ്സേജസ് വരാറുണ്ട്. അപ്പൊ ഇവിടെ പറയുന്നത്, നമ്മൾ ഈ പേഷ്യൻസിന്റെ അപ്പോയിന്റ്മെന്റുകൾ അവരെ ടെക്സ്റ്റ് മെസ്സേജിലൂടെ അല്ലെങ്കിൽ ഇമെയിലൂടെ ഫോണിലൂടെയൊക്കെ നമ്മൾ റിമൈൻഡ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ, ഓർമ്മിപ്പിക്കുകയാണെങ്കിൽ കൂടുതൽ പേഷ്യൻസ് അത് ഓർത്തു വരും അല്ലെ. അവർ മറന്നു പോകില്ല. അപ്പൊ അവരുടെ എന്തായിരിക്കും? പേഷ്യൻസ് ഹോസ്പിറ്റലിലേക്ക് എത്തുകയും ചെയ്യും അല്ലെ. ഓക്കെ, അപ്പൊ ബെറ്റർ ദ റിലേഷൻ, നമുക്ക് പഠിക്കേണ്ട പോയിന്റ് ഇതാണ്. ബെറ്റർ ദ റിലേഷൻ ഓഫ് കോണ്ടാക്ട് വിത്ത് പേഷ്യന്റ്, മോർ കൺസിസ്റ്റന്റ് വിൽ ബി ദ പേഷ്യൻസ് അറ്റൻഡൻസ് അല്ലെ. അതെ, അതായത് നമ്മൾക്ക് എന്താണ്? നമ്മൾ പേഷ്യൻസുമായിട്ട് നല്ലൊരു റിലേഷൻ, ദാറ്റ് മീൻസ് നമുക്ക് എന്ത് പറയാം? ബെറ്റർ ദ കൺസിസ്റ്റൻസി ഇൻ ദ അറ്റൻഡൻസ് ഓഫ് പേഷ്യന്റ്, ബെറ്റർ ഇസ് ദ പബ്ലിക് റിലേഷൻ അല്ലെ. നല്ലൊരു പബ്ലിക് റിലേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ അങ്ങനെ വിളിച്ചറിയിക്കുള്ളൂ അല്ലെ. പബ്ലിക്കുമായിട്ട് നല്ല റിലേഷൻ കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ അവരുടെ അപ്പോയിന്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ അറിയിക്കുള്ളൂ അല്ലെ. നേരിട്ട് നമ്മൾ അവരെ ഓർമ്മപ്പെടുത്തുള്ളൂ. അപ്പൊ അതിന്റെ അർത്ഥം അങ്ങനെ ഓർമ്മപ്പെടുത്തുമ്പോഴെന്താണ്? കൂടുതൽ പേഷ്യൻസ് മറന്നു പോകാതെ അവര് വരാനായിട്ട് ശ്രമിക്കും. സോ നമുക്ക് എന്ത് പറയാം? ബെറ്റർ ദ കൺസിസ്റ്റൻസി ഇൻ ദ അറ്റൻഡൻസ് ഓഫ് പേഷ്യന്റ്. എന്താണ്? ബെറ്റർ ഈസ് ദ പബ്ലിക് റിലേഷൻ അല്ലെ. കൂടുതൽ പേഷ്യൻസ് സ്ഥിരമായിട്ട്
അവരുടെ ആ ഒരു അവർ വരുന്നുണ്ട്, ഹോസ്പിറ്റലും ക്ലിനിക്കുകളും സ്ഥിരമായിട്ട് അവർ വരുന്നുണ്ട്, ആ ഒരു കൺസിസ്റ്റൻസി അവർ കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അവിടെ നല്ലൊരു പബ്ലിക് റിലേഷൻ ഉണ്ട് എന്നാണ് അത് സൂചിപ്പിക്കുന്നത് കേട്ടോ. അത് 4ാമത്തെ പോയിന്റ്. ഓക്കെ, ബെറ്റർ ദ കൺസിസ്റ്റൻസി ഇൻ ദ അറ്റൻഡൻസ് ബൈ പേഷ്യന്റ്, ബെറ്റർ ഈസ് ദ പബ്ലിക് റിലേഷൻ. ഓക്കെ, അടുത്തതാണ് ഡൊണേഷൻസ്. ഡൊണേഷൻസിനെ പറ്റി എന്താ പറയുന്നത്? ഹോസ്പിറ്റൽസ് പ്രൈമറി മിഷൻ ഇസ് ടു ട്രീറ്റ് ആൻഡ് റീഹാബിലിറ്റേറ്റ് ദി പേഷ്യൻസ് ആണല്ലോ. ഹോസ്പിറ്റലിന്റെ പ്രധാനപ്പെട്ട മിഷൻ എന്താണ്? പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യുക, അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അല്ലെ, അവരുടെ നോർമൽ ലൈഫിലോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ്. സംടൈംസ് ബോത്ത് ദ ഹോസ്പിറ്റൽ ആൻഡ് പേഷ്യന്റ് might fail to meet up with the charges needed for this. പല സാഹചര്യങ്ങളിലും ഒരുപക്ഷെ ഹോസ്പിറ്റലിനായിക്കോട്ടെ പേഷ്യന്റിനായിക്കോട്ടെ ആ ഒരു ട്രീറ്റ്മെന്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്ന ചാർജുകള് അല്ലെങ്കിൽ ആ ഒരു ഭാരം, ആ ഒരു സാമ്പത്തികമായിട്ടുള്ള ആ ഒരു ബർഡൻ അവർക്ക് ഒരുപക്ഷെ ചിലപ്പോ ചില സാഹചര്യങ്ങളിൽ അവർക്ക് അത് വഹിക്കാൻ പറ്റാതെ വരും. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഏറ്റവും അധികം ഹെൽപ്പ് ചെയ്യുന്നത് എന്താണ്? ഡൊണേഷൻസും ചാരിറ്റബിൾ കോൺട്രിബ്യൂഷൻസും ആണ് അല്ലെ. Donations and charitable contributions from the public come in handy in such a vital situation. അങ്ങനെയുള്ള ക്രൂഷ്യൽ സിറ്റുവേഷനിൽ നമുക്ക് ഏറ്റവും ഹെൽപ്ഫുൾ ആവുന്നത് ഹോസ്പിറ്റലിലോട്ട് വരുന്ന ഡൊണേഷൻസുകള് അല്ലെങ്കിൽ മറ്റ് ചാരിറ്റബിൾ കോൺട്രിബ്യൂഷൻസുകള്, അതിൽ നിന്നൊക്കെയാണ് നമുക്ക് ആ ഒരു സാഹചര്യങ്ങളിൽ പൈസ ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കും അല്ലെ. ശരിക്കും അതിന് മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? മോർ ഡൊണേഷൻസ് അല്ലെങ്കിൽ മോർ ചാരിറ്റബിൾ കോൺട്രിബ്യൂഷൻസ് ഇൻഡിക്കേറ്റ് ചെയ്തത് എന്താണ്? ശരിക്കും ഗുഡ് പബ്ലിക് റിലേഷൻ. കൂടുതൽ ഡൊണേഷൻസ് ലഭിക്കാം, കൂടുതൽ ചാരിറ്റബിൾ ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് ഒരു സ്ഥാപനത്തിലോട്ട് വരുന്നു എന്ന് പറഞ്ഞാൽ ആ സ്ഥാപനത്തിന് പബ്ലിക്കുമായിട്ട് നല്ലൊരു റിലേഷൻ ഉണ്ടെന്നാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അടുത്തത് ഇതൊക്കെ നമ്മൾക്ക് ആലോചിച്ച് തന്നെ അറിയാവുന്ന കാര്യങ്ങളാണ് കേട്ടോ. അടുത്തതാണ് ലാമ. ലാമ എന്ന് പറഞ്ഞതിന്റെ ഫുൾ ഫോം എന്താണ്? ലിവിങ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസർ അല്ലെ. ലിവിങ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസർ. അപ്പോ ഇൻ പേഷ്യൻസ് ലിവിങ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസർ. അപ്പൊ ലാമ പേഷ്യൻസ് നമ്മളിവിടെ ഒരു പോയിന്റ് പറഞ്ഞത് ഓർമ്മയുണ്ടോ? മോർ ലാമ പേഷ്യൻസ് അല്ലെ, സോറി, ഇൻ പേഷ്യൻസ് ഹു ലീവ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. അതൊരു ഇൻഡിക്കേറ്റർ ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ എങ്ങനെയാണ് ആ ഇൻഡിക്കേറ്റർ ഉപയോഗിച്ച് നമുക്ക് പബ്ലിക് റിലേഷനെ മെഷർ ചെയ്യാൻ പറ്റുന്നത്? When an inpatient expresses the desires to leave against the advice of the physician, AMA procedure is explained and the patient or responsible party signs the AMA form, thus accepting responsibility for their decision and it becomes a part of the medical records. ഇപ്പൊ ഒരു പേഷ്യന്റ് അവര് ആ ഒരു ഡോക്ടറുടെ അഡ്വൈസിന് വിപരീതമായിട്ട് അവര് ആ ഒരു ഹോസ്പിറ്റല് ലീവ് ചെയ്യാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്, ലീവ് ചെയ്യാൻ അവർ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വെറുതെ നമ്മൾ അവരെ അവിടെ ലീവ് ചെയ്ത് പോകാൻ പറയുകയല്ല ചെയ്യുക. ഇതിന് പകരമായിട്ട് AMA പ്രൊസീജിയർ അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്തു കൊടുക്കും. AMA എന്ന് പറയുന്നത് എന്താണ്? എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് ആണ് അല്ലെ. അതായത് ഡോക്ടറുടെ നിർദ്ദേശത്തിന് വിപരീതമായിട്ടാണ് ആ ഒരു പേഷ്യന്റ് പോകാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ പോകുന്ന സമയത്ത് എന്ത് ചെയ്യും? AMA പ്രൊസീജിയർ എക്സ്പ്ലെയിൻ ചെയ്യും. AMA പ്രൊസീജിയർ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ആ ഒന്നുകിൽ പേഷ്യന്റ് ആവാം അല്ലെങ്കിൽ പേഷ്യന്റിന്റെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള വ്യക്തി ആരാണോ അവര് ആ AMA ഫോമില് സൈൻ ചെയ്യും, സിഗ്നേച്ചർ ഇടണം, അവരുടെ ഒപ്പിടണം. എന്നിട്ടോ അവര് പോകാനുള്ള തീരുമാനം അവരുടെ ഒരു റെസ്പോൺസിബിലിറ്റി ആക്കി മാറ്റുകയാണ് അല്ലെ. പോകാനുള്ള ആ ഒരു ഡിസിഷൻ എന്ന് പറയുന്നത് അത് അവരുടെ മാത്രം റെസ്പോൺസിബിലിറ്റി ആക്കി മാറ്റുകയും അത് പിന്നീട് മെഡിക്കൽ റെക്കോർഡിന്റെ ഭാഗമാക്കി സൂക്ഷിക്കുകയും ചെയ്യും. എന്തിനങ്ങനെ നമ്മൾ ചെയ്യുന്നത്? അതായത് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് ആണ്. ഒരു ഡോക്ടറുടെ നിർദ്ദേശത്തിന് വിപരീതമായിട്ടാണ് ഒരു പേഷ്യന്റ് പോകുന്നത്. പിന്നീട് പോയിട്ട് ആൾക്ക് എന്തെങ്കിലും അപകടങ്ങളോ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിന്റെ ആരോപണങ്ങൾ ആർക്ക് വരാൻ പാടില്ല? ഹോസ്പിറ്റലിന്റെ മേൽ വരാൻ പാടില്ല അല്ലെ. അപ്പൊ ആ ഒരു ഉറപ്പ് അതിന് വേണ്ടിയിട്ടാണ് ഹോസ്പിറ്റൽ എന്ത് ചെയ്യുന്നത്? എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് ആയിട്ട് പോകുന്ന കേസുകളെ AMA പ്രൊസീജിയർ ഫോളോ ചെയ്യിപ്പിക്കുന്നത്. അതുകൊണ്ടാണ്. അപ്പൊ അതിനകത്ത് അവരെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കണം. അവരെ സൈൻ ചെയ്യിപ്പിച്ച് പോകാനുള്ള തീരുമാനം അവരുടെ പൂർണ്ണ ഉത്തരവാദിത്തമാക്കി മാറ്റണം. പിന്നീട് അത് എന്തെങ്കിലും സൂക്ഷിക്കും, മെഡിക്കൽ റെക്കോർഡിനകത്ത് സൂക്ഷിക്കുകയും ചെയ്യും. ഓക്കെ, നമുക്ക് പഠിക്കേണ്ട പോയിന്റ് എന്താണ്? മോർ ലാമ പേഷ്യന്റ് വേഴ്സർ ഇസ് ദ ഹോസ്പിറ്റൽസ് പബ്ലിക് റിലേഷൻ. 5ാമത്തെ പോയിന്റ് ആണ് കേട്ടോ. മോർ ലാമ പേഷ്യന്റ്, കൂടുതൽ ലാമ പേഷ്യൻസ് അല്ലെങ്കിൽ ലിവിങ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് അല്ലെ, അങ്ങനെയുള്ള പേഷ്യൻസ് കൂടുതലാണ്. കൂടുതൽ പേഷ്യൻസ് ലീവ് ചെയ്തു പോകുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്?
Bursar is the hospital public relation. Hospitalന്റെ പബ്ലിക് റിലേഷൻ അവിടെ മോശമാണ് എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. ചിലപ്പോൾ അവിടുത്തെ ട്രീറ്റ്മെന്റിൽ അവർക്ക് തൃപ്തികരമല്ലായിരിക്കാം, ചെലവ് കൂടുതലായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് ചിലപ്പോൾ പേഷ്യൻസ് സാറ്റിസ്ഫൈഡ് അല്ല. അതുകൊണ്ടാണ് അവർ അവിടെ നിന്ന് ലീവ് ചെയ്ത് പോകുന്നത് അല്ലെ. സോ മോർ ലാമ പേഷ്യന്റ് വേഴ്സർ ഇസ് ദ പബ്ലിക് റിലേഷൻ. ഓക്കെ, കിട്ടിയോ പോയിന്റുകൾ? നിങ്ങൾക്ക് നമ്മൾ പറഞ്ഞ എല്ലാ പോയിന്റുകളും കിട്ടിയോ? നമുക്ക് 5 പോയിന്റുകളാണ് നമ്മൾ പറഞ്ഞത് കേട്ടോ. എന്നൊന്നുകൂടെ പറയാണ്, ലെസ് ദ നമ്പർ ഓഫ് കംപ്ലൈന്റ്സ് റിസീവ്ഡ്, ബെറ്റർ ഈസ് ദ പബ്ലിക് റിലേഷൻ. രണ്ടാമത് നമ്മൾ എന്താ പറഞ്ഞത്? മോർ വോളണ്ടിയറിസം ഇൻ എ ഹോസ്പിറ്റൽ, ബെറ്റർ ദ പബ്ലിക് റിലേഷൻ. ഓക്കെ, then തേർഡ് നമ്മൾ എന്താ പറഞ്ഞത്? മിനിമൽ ടേൺ ഓവർ ഓഫ് ദ സ്റ്റാഫ് ഇൻഡിക്കേറ്റ് good public relation. Better consistency in the attendance of the patients, the better the public relation. More LAMA patients indicates a worse than the public relation. Okay, ഇതൊക്കെ നിങ്ങൾ ചോദ്യം കേട്ടിട്ട് വേണം ആൻസർ കൊടുക്കാനായിട്ട് കേട്ടോ. ക്ലിയർ ആയോ? 5 പോയിന്റുകൾ. അത്രേ ഉള്ളൂ കേട്ടോ. ഇങ്ങനെയാണ് ഓരോ ഇൻഡിക്കേറ്റേഴ്സും എന്തിനെ സ്വാധീനിക്കുന്നത്? പബ്ലിക് റിലേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഇനി നോക്കുക, ലെറ്റർ ടു ദ എഡിറ്റേഴ്സ് ഇൻ ലോക്കൽ ന്യൂസ് പേപ്പർ. എന്താണ് അതിനകത്ത് പറയുന്നത്? ഓൾ ന്യൂസ് പേപ്പേഴ്സ് ഹാവ് എ പേജ് വേർ ലെറ്റേഴ്സ് ഫ്രം ദ റീഡേഴ്സ് ആർ പബ്ലിഷ്ഡ്. നമ്മൾ എഡിറ്റോറിയൽ പേജ് കണ്ടിട്ടില്ലേ നിങ്ങൾ? മിക്കവാറും നമ്മുടെ ന്യൂസ് പേപ്പറിന്റെയൊക്കെ 3-ാമത്തെ പേജ് ആയിട്ടാവില്ല, എഡിറ്റോറിയൽ പേജ് പറയില്ലേ? ആ പേജിനകത്ത് നമുക്ക് പബ്ലിക്കിൽ നിന്ന് പൊതുജനങ്ങൾക്ക് അവരുടെ അഭിപ്രായങ്ങള്, അവരുടെ കാര്യങ്ങളൊക്കെ അവർക്ക് അത് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു പേജ് കൂടിയാണ് അല്ലെ. ഓക്കെ, അപ്പൊ എന്താണ് നോക്കി, ഓൾ ന്യൂസ് പേപ്പേഴ്സ് ഹാവ് എ പേജ് വേർ ലെറ്റേഴ്സ് ഫ്രം ദ റീഡേഴ്സ് ആർ പബ്ലിഷ്ഡ്. റീഡേഴ്സിൽ നിന്ന്, വായനക്കാരിൽ നിന്നുള്ള ലെറ്റേഴ്സുകളൊക്കെ പബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ന്യൂസ് പേപ്പറിൽ പ്രത്യേക പേജ് തന്നെ അതിനുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ പറയുന്നത്, ഇഫ് ദർ ഈസ് സംതിങ് ഇൻ ദ ന്യൂസ് ദാറ്റ് യു വാണ്ട് ടു respond to or let the public know of some medical situation like erasing epidemics, you can write a letter to the editor and make it published. ഇപ്പോ ഏതെങ്കിലും ആളുകൾക്ക്, പൊതുജനങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇപ്പോ പകർച്ചവ്യാധികൾ പോലെയുള്ള എന്തെങ്കിലും വിഷയത്തെ പറ്റി പൊതുജനങ്ങളെ അറിയിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം? അത് ഈ പറയുന്ന എഡിറ്ററിന് കത്തെഴുതി നമുക്ക് അതിലൂടെ പബ്ലിഷ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതാണ് അവിടെ പറഞ്ഞത്. എല്ലാവർക്കും അറിയാലോ നമുക്ക് എന്താ അഭിപ്രായം. ഇപ്പോ ഹോസ്പിറ്റലിന്റെ കേസ് മാത്രമല്ല കേട്ടോ, ഇതിനെ പറ്റിയുള്ള നമ്മുടെ കാഴ്ചപ്പാടുകള് അല്ലെങ്കിൽ നമ്മുടെ എന്താണ് കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? എഡിറ്റോറിയൽ പേജ് വഴിയായിട്ട് നമുക്ക് പൊതുജനങ്ങളെ അറിയിക്കാം. അത് തന്നെയാണ് പറയുന്നത്, പൊതുജനങ്ങളെ എന്തെങ്കിലും വാർത്തകൾ അറിയിക്കാനുണ്ടെങ്കിലോ, അല്ലെങ്കിൽ ഇപ്പൊ ഒരു എപ്പിഡമിക്സ്, പകർച്ചവ്യാധികൾ പോലെ എന്തെങ്കിലുമൊക്കെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യാം? എഡിറ്റർക്ക് ലെറ്റർ എഴുതി നമുക്ക് അതിലൂടെ പബ്ലിഷ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ അവിടെ ഉദ്ദേശിക്കുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ തന്നെയാണ്. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ തന്നെയാണ്. നമ്മൾ എന്തിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു? ഈ പറയുന്ന പേപ്പറിലൂടെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. ഓക്കെ, ഇത്രയേ ഉള്ളൂ കേട്ടോ. കേട്ടപ്പോ മനസ്സിലായില്ലേ? വലിയ വലിയ കാര്യങ്ങളൊന്നും അതിനകത്ത് പറയുന്നില്ല, ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കാമോ? അത് അത്രയും താങ്കളൊന്ന് വായിച്ചു നോക്കി. ഓക്കെ അല്ലേ? എല്ലാ പോയിന്റുകളും കിട്ടില്ല. 5 പോയിന്റുകൾ നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. അടുത്ത നോക്കാം കേട്ടോ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ക്വാളിറ്റീസ് ഓഫ് എ പബ്ലിക് റിലേഷൻ ഓഫീസർ. ഒരു PRO, പബ്ലിക് റിലേഷൻ ഓഫീസറിന്റെ ക്വാളിറ്റീസ്. ഈ PROക്ക് 2 ഫുൾ ഫോം ഉണ്ട് കേട്ടോ. പബ്ലിക് റിലേഷൻ ഓഫീസറിനുണ്ട്, പേഷ്യന്റ് റിലേഷൻ ഓഫീസറിനുണ്ട് കേട്ടോ. നമ്മുടെ കോണ്ടെക്സ്റ്റിൽ എന്താണ് അതിന്റെ ഫുൾ ഫോം? പബ്ലിക് റിലേഷൻ ഓഫീസർ അല്ലെ.
അദ്ദേഹത്തിന് വേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? എന്തൊക്കെ ക്വാളിറ്റീസ് വേണം നോക്കിയ കുറെ പോയിന്റുകൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. വെറുതെ വായിച്ച് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ. ഒന്നാമത്തത് ആംബിൾ കോമൺ സെൻസ്. ആംബിൾ കോമൺ സെൻസ്, സാമാന്യ ബുദ്ധിയുള്ള ഒരാളായിരിക്കും അല്ലെ. അതെ, കാര്യങ്ങളെയൊക്കെ മനസ്സിലാക്കാൻ ഒരു കോമൺ സെൻസ് ഉള്ള ആളായിരിക്കണം. ഇതൊരു ക്വാളിറ്റിയാണ് അല്ലെ. ഓക്കെ, പിന്നെ രണ്ടാമത്തെ എന്താണ്? ഫസ്റ്റ് ക്ലാസ് ഓർഗനൈസിങ് കപ്പാസിറ്റി. ഫസ്റ്റ് ക്ലാസ് ഓർഗനൈസിങ് കപ്പാസിറ്റി, കാര്യങ്ങളെല്ലാം തന്നെ നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്തു കൊണ്ടുപോകാനുള്ള ഒരു കപ്പാസിറ്റി ഉള്ളൊരു സ്കില്ല് ആർക്കുണ്ടാവണം? പബ്ലിക് റിലേഷൻ ഓഫീസർക്ക് ഉണ്ടാവണം. അദ്ദേഹം എന്ന് പറഞ്ഞാൽ പബ്ലിക്കുമായിട്ട് നേരിട്ട് ഇടപഴകുന്ന വ്യക്തിയാണ്. ഒരു ഹോസ്പിറ്റലിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് പബ്ലിക്കുമായിട്ട് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയുമായിട്ട് നേരിട്ട് ഇടപഴകുന്ന ആളാണ് അത് പബ്ലിക് റിലേഷൻ ഓഫീസർ എന്ന് പറയുന്നത്. സോ അദ്ദേഹത്തിന് നല്ലൊരു ഓർഗനൈസിങ് കപ്പാസിറ്റി ഉണ്ടായിരിക്കുന്നു അല്ലെ. എല്ലാ ആളുകളും, അതായത് പബ്ലിക്കിൽ നിന്നുള്ള മെസ്സേജസ് ഹോസ്പിറ്റലിലോട്ടും ഹോസ്പിറ്റലിൽ നിന്നുള്ള കാര്യങ്ങൾ പബ്ലിക്കിലോട്ടും അവർക്കിടയിൽ ഒരു മീഡിയേറ്റർ ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് അല്ലെ. അതുകൊണ്ട് തന്നെ എല്ലാവരും ഓർഗനൈസ് ചെയ്ത് എല്ലാവരെയും കോർഡിനേറ്റ് ചെയ്ത് അല്ലെ കൊണ്ടുപോകാനുള്ള ആ ഒരു സംഘാടന കഴിവെന്നൊക്കെ നമ്മൾ പറയും അല്ലെ. അങ്ങനെ ഒരു കഴിവ് ആർക്ക് വേണം? ആർക്ക് വേണം? PR-ന് വേണം അല്ലെ. ഫസ്റ്റ് ക്ലാസ് ഓർഗനൈസിങ് കപ്പാസിറ്റി. ഇനി എന്താണ്? ഗുഡ് ജഡ്ജ്മെന്റ് ആൻഡ് ഒബ്ജക്ടിവിറ്റി അല്ലെ. ഗുഡ് ജഡ്ജ്മെന്റ് ആൻഡ് ഒബ്ജക്ടിവിറ്റി. നമ്മള് ജഡ്ജ്മെന്റ് എന്ന് പറയുമ്പോൾ ഇവിടെ വളരെ ബുദ്ധിപൂർവ്വം കാര്യങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? ജഡ്ജ് ചെയ്യണം. നമ്മൾ മീൻസ് പബ്ലിക് റിലേഷൻ ഓഫീസർ ആണ്. അപ്പൊ അതിന് നമ്മൾ അടുത്ത റോള് പഠിക്കുന്നുണ്ട്. അപ്പൊ റോള് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ക്വാളിറ്റീസ് ഒക്കെ വേണമെന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ജഡ്ജ്മെന്റ് വേണമെന്നത് നല്ല ബുദ്ധിപൂർവ്വം നമ്മൾ കാര്യങ്ങളെ ജഡ്ജ് ചെയ്യാനായിട്ടുള്ള ഒരു സ്കിൽ ഉണ്ടായിരിക്കണം. അതുപോലെ ഒബ്ജക്ടിവിറ്റി. ഒബ്ജക്ടിവിറ്റി ഇവിടെ നമ്മൾ പറയുന്ന വസ്തുനിഷ്ഠത എന്ന് പറഞ്ഞ ഇവിടെ അർത്ഥമാക്കുന്നത് വളരെ നിഷ്പക്ഷമായിട്ട്, എന്നുവെച്ചാൽ നമ്മൾ ആരോടും പ്രത്യേകിച്ച് ഫേവറിസം ഒന്നും ചെയ്യാതെ കാര്യങ്ങളെല്ലാം തന്നെ എന്താണ് വളരെ നിഷ്പക്ഷമായിട്ടുള്ള രീതിയിൽ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ഒരു കഴിവ് പബ്ലിക് റിലേഷൻ ഓഫീസർക്ക് ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കുമ്പോഴേ അതിന് നമ്മൾ ഒരിക്കലും ചില ആളുകൾക്ക് ഫേവറബിൾ ആയിട്ട് ചില ആൾക്കാരോട് തീർത്ത് അവഗണിച്ച് അങ്ങനെ ചെയ്യാൻ പാടില്ല. വളരെ നിഷ്പക്ഷമായിട്ട് ആരോടും ഒരു ബയസ് കാണിക്കാതെ സ്വതന്ത്രമായിട്ടുള്ള രീതിയിൽ കാര്യങ്ങളെ ബുദ്ധിപൂർവ്വം ജഡ്ജ് ചെയ്യാനും അതിനെ കൈകാര്യം ചെയ്യാനും ഒരു കഴിവ്. ഇതാണ് ഗുഡ് ജഡ്ജ്മെന്റ് ആൻഡ് ഒബ്ജക്ടിവിറ്റി. പിന്നെ എന്താണ്? എബിലിറ്റി ടു ഇമാജിൻ ആൻഡ് ടു അപ്രീഷിയേറ്റ്. എബിലിറ്റി ടു ഇമാജിൻ ആൻഡ് ടു അപ്രീഷിയേറ്റ്. ഇദ്ദേഹം ഒരു പബ്ലിക് റിലേഷൻ ഓഫീസർ ആണ്, പബ്ലിക്കുമായിട്ട് ഇടപഴകുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ള ഇമാജിൻ ചെയ്യാന്ന് പറഞ്ഞിട്ട് സങ്കല്പിക്കാന്ന് പറഞ്ഞിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മള് ഒരു പബ്ലിക് റിലേഷൻ ഓഫീസർ ആകുമ്പോൾ പബ്ലിക്കിന്റെ പെർസ്പെക്ടീവ്സിലും കൂടെ കാര്യങ്ങൾ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റണം അല്ലെ. നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഹോസ്പിറ്റലിനെയാണ് എങ്കിലും നമ്മൾ അറിയാം ഒരു ഹോസ്പിറ്റലിന്റെ സേവനങ്ങളിൽ നിന്ന് പബ്ലിക് എന്തായിരിക്കും എക്സ്പെക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മളൊരു കാര്യങ്ങള് നമ്മൾ കൊടുക്കുന്ന സേവനങ്ങളായിക്കോട്ടെ നമ്മൾ കൊടുക്കുന്ന ട്രീറ്റ്മെന്റിലായിക്കോട്ടെ എന്താണ് ഒരു പബ്ലിക് അതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരെങ്ങനെയായിരിക്കും അതിനെ അവരുടെ കാഴ്ചപ്പാട് എന്താണ്, അത് നമുക്ക് ഇമാജിൻ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാവണം. അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ സർവീസ് കൊടുക്കാനായിട്ട് അല്ലെ. ഇവിടെ പറയുന്ന എബിലിറ്റി ടു ഇമാജിൻ എന്ന് പറഞ്ഞ് സങ്കല്പിക്കാനുള്ള കഴിവ് മീൻസ് എന്താണ്? മറ്റുള്ള ആളുകൾ എങ്ങനെയാണ് കാര്യങ്ങളെ നോക്കിക്കാണുന്നത്, മറ്റുള്ളവരെന്ന് വെച്ചാൽ പബ്ലിക് എങ്ങനെയാണ് ആളുകൾ നോക്കിക്കാണുന്നത്, അവരുടെ പെർസ്പെക്ടീവ്സ് അവരുടെ കാഴ്ചപ്പാടുകൾ എന്താണ്, അത് മനസ്സിലാക്കാനുള്ള ഒരു എബിലിറ്റി. ടു അപ്രീഷിയേറ്റ്. നല്ല നല്ല കാര്യങ്ങളാണെങ്കിൽ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യണം അല്ലെ. അവരുടെ കാര്യങ്ങൾ അവരിലൂടെ അത് നോക്കിക്കാണാൻ അവരുടെ കാഴ്ചപ്പാടുകൾ മനസ്സിലാക്കാനും അതിനെ വേണ്ട വിധത്തിൽ പരിഗണിക്കുന്നതിനുള്ള ഒരു എബിലിറ്റി ഉണ്ടായിരിക്കണം. പിന്നെ അൺലിമിറ്റഡ് കപ്പാസിറ്റി ഫോർ ടേക്കിംഗ് പെയിൻ. അൺലിമിറ്റഡ് കപ്പാസിറ്റി ഫോർ ടേക്കിംഗ് പെയിൻ. പെയിൻ എടുക്കാനുള്ള കപ്പാസിറ്റി. പെയിൻ എടുക്കാനുള്ള കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ശാരീരികമായിട്ടുള്ള അധ്വാനമാണോ വരുന്നത് പബ്ലിക് റിലേഷൻ ഓഫീസർക്ക്? അല്ല. പിന്നെന്താണ്? നമുക്ക് മാനസികമായിട്ട്. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ മാം. എന്താണ്? മോളൊന്ന് ഡിസ്ചാർജ് ആയതുകൊണ്ട് ക്ലാസ്സിന്റെ കാര്യം വിട്ടുപോയി, അതാ കേറാൻ പറ്റാഞ്ഞത് കേട്ടോ. കുഴപ്പമില്ല. ഡിസ്ചാർജ് ആയില്ലേ? ഡിസ്ചാർജ് ആയി. അപ്പൊ ബില്ലിന്റെ കാര്യം നോക്കുന്നുണ്ട്, ഇതിന്റെ കാര്യം വിട്ടുപോയി ക്ലാസ്സിന്റെ കയറാൻ. റെക്കോർഡ് ക്ലാസ് വേണം കാണാമോ? കുഴപ്പമില്ല. ഹോസ്പിറ്റലല്ലേ, സാധിക്കാം. റെക്കോർഡ് ക്ലാസ് കണ്ടാൽ മതി. ശരി മാം. ശരി. അപ്പൊ എന്താണ് പറയുന്നത്? അൺലിമിറ്റഡ് കപ്പാസിറ്റി ഫോർ ടേക്കിംഗ് പെയിൻ അല്ലെ. വേദന എടുക്കാനുള്ള കപ്പാസിറ്റി. ഇവിടെ വേദന എന്ന് പറഞ്ഞാൽ സ്ട്രെസ് മാനേജ് ചെയ്യാനായിട്ട് അല്ലെ. പബ്ലിക് റിലേഷൻ ഓഫീസർ ആണ്. അപ്പൊ അദ്ദേഹത്തിന് ആ ജോലി സംബന്ധമായിട്ട് ഒരുപാട് ചാലഞ്ചസുകളും ഒത്തിരി ടെൻഷൻസും
സ്ട്രെസ്സും ഒക്കെ വരാവുന്ന ഒരു ജോലിയാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു സ്ട്രെസ് മാനേജ് ചെയ്യാനും ഇമോഷണൽ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്ത് പോകാനാണ് അവിടെ പെയിൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ അതിനുള്ളൊരു കപ്പാസിറ്റി ആർക്കുണ്ടായിരിക്കണം? പബ്ലിക് റിലേഷൻ ഓഫീസർക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, സ്ട്രെസ് ഒക്കെ വരുമ്പോൾ മാനേജ് ചെയ്ത് പോകാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. പിന്നെ റെഡിനെസ് ടു വർക്ക് ഫോർ ലോങ് അവേഴ്സ്, അതുപോലെ കൂടുതൽ സമയം വർക്ക് ചെയ്യാനുള്ള ഒരു റെഡിനെസ് അല്ലെ, ആ ഒരു മനോഭാവം, അത് ഒരു നല്ല ക്വാളിറ്റിയാണ്. അത് പബ്ലിക് റിലേഷൻ ഓഫീസർക്ക് ഉണ്ടായിരിക്കണം. ഒരുപാട് സമയം ചിലപ്പോൾ എക്സ്ട്രാ അവർക്ക് ഉദ്ദേശിച്ച സമയത്തിനേക്കാളും എക്സ്ട്രാ ടൈം ചിലപ്പോൾ ചില സാഹചര്യങ്ങളിൽ നമുക്ക് വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സമയങ്ങളിൽ അത് വർക്ക് ചെയ്യാനുള്ള ഒരു റെഡിനെസ്, ആ ഒരു വില്ലിങ്നെസ് നമുക്ക് ഉണ്ടായിരിക്കണം, പബ്ലിക് റിലേഷൻ ഓഫീസർക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ ബി റിയലിസ്റ്റിക് ആൻഡ് സെൻസ് ഓഫ് ഹ്യൂമർ, റിയലിസ്റ്റിക് ആയിട്ട് അല്ലെ, റിയലിസ്റ്റിക് ആയിട്ട് കാര്യങ്ങൾ എപ്പോഴും നോക്കി കാണാനും അതുപോലെ അത്യാവശ്യം സെൻസ് ഓഫ് ഹ്യൂമറും കൂടെ ഉണ്ടാവും അല്ലെ. നമ്മൾ എന്ത് കാര്യങ്ങൾ ഇപ്പൊ എത്ര ടെൻഷൻ ഉള്ള കാര്യങ്ങളാണെങ്കിൽ അതിനെ വളരെ സ്മൂത്ത് ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ, നല്ലൊരു സെൻസ് ഓഫ് ഹ്യൂമറോട് കൂടിയിട്ട് നമ്മൾ അതിനെ ഹാൻഡിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതൊരു വലിയ ബർഡൻ ആയിട്ട് തോന്നില്ല അല്ലെ. കുറെ കൂടി ഈസി ആയിട്ട് ടെൻഷൻ ഫ്രീ ആയിട്ട് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാനേജ് ചെയ്യാനായിട്ട് പറ്റും അല്ലെ. സോ അതാണ് പറയുന്നത് ബി റിയലിസ്റ്റിക് ആൻഡ് സെൻസ് ഓഫ് ഹ്യൂമർ, കുറെ കൂടെ റിയലിസ്റ്റിക് ആയിട്ടും അതുപോലെ ഹ്യൂമർ സെൻസും ഉണ്ടായിരിക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ കപ്പാസിറ്റി ടു റൈറ്റ് ആൻഡ് സ്പീക്ക് ഇംഗ്ലീഷ് ഫ്ലുവന്റ്ലി അല്ലെ. ഓക്കെ, ഇംഗ്ലീഷ് ആണെങ്കിലും ഏത് ഭാഷകളാണെങ്കിലും അത് എഴുതാനും വായിക്കാനും ഫ്ലുവന്റ് ആയിട്ട് എഴുതാനും വായിക്കാനും ഉള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാവണം. നൈസ് വോയിസ് ആൻഡ് എബിലിറ്റി ടു സ്പീക്ക് ഇൻ പബ്ലിക്, അതായത് പബ്ലിക്കിൽ നല്ല രീതിയിൽ സംസാരിക്കുന്നതിനുള്ളൊരു കഴിവുണ്ടായിരിക്കണം. നൈസ് വോയിസ്, ശബ്ദം നന്നായിരിക്കണം. സംസാരിക്കാനുള്ള കഴിവെന്ന് പറയുന്നത് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു സ്കിൽ ആർക്ക് വേണം? പബ്ലിക് റിലേഷൻ ഓഫീസർക്ക് ഉണ്ടായിരിക്കണം. ക്രിയേറ്റീവ് ആയിരിക്കണം ഇൻ ഐഡിയാസ് അല്ലെ. പുതിയ പുതിയ കാര്യങ്ങള്, പുതിയ പുതിയ ഐഡിയാസ് കൊണ്ടുവരാൻ ക്രിയേറ്റീവ് ആയിട്ടുള്ളൊരു ആളായിരിക്കണം അല്ലെ. ക്രിയേറ്റീവ് ഇൻ ഐഡിയാസ്, പുതിയ ആശയങ്ങള്, പുതിയ പുതിയ ഐഡിയാസ് അത് ക്രിയേറ്റ് ചെയ്യാൻ കഴിവുള്ള ഒരാളായിരിക്കണം. അതുപോലെ ബേസിക് അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ദി പ്രൊഫഷൻ, അവർ ചെയ്യുന്ന പ്രൊഫഷൻ എന്താണോ അതിനെ പറ്റിയിട്ടുള്ളൊരു അടിസ്ഥാന അറിവ് അവർക്ക് ഉണ്ടായിരിക്കണം. ആ ജോലി എന്താണെന്നും ആ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട എത്തിക്സ് എന്താണ്, അതുമായിട്ട് ബന്ധപ്പെട്ട പെരുമാറ്റച്ചട്ടങ്ങൾ എന്തൊക്കെയാണ് അല്ലെ, അത് ഏത് രീതിയിലാണ് പ്രൊഫഷനെ കൊണ്ടുപോകേണ്ടത്, അതുമായിട്ട് ബന്ധപ്പെട്ട ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ് അല്ലെ, ഇതൊക്കെ എന്താണ് അതിനെ പറ്റിയൊരു അറിവ്, ഒരു അണ്ടർസ്റ്റാൻഡിങ് ആർക്കുണ്ടായിരിക്കണം? പബ്ലിക് റിലേഷൻ ഓഫീസർക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ ഇമേജ് ബിൽഡിംഗ് കപ്പാസിറ്റീസ് അല്ലെ, ഇമേജ്, ഒരു ഹോസ്പിറ്റലിന്റെ പ്രതിച്ഛായ ഇമേജ് അത് ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നതിനുള്ള ഒരു എബിലിറ്റി ഉണ്ടായിരുന്നു. എപ്പോഴും ആ ഒരു ഇമേജ് എപ്പോഴും നല്ലതായിട്ട് നിലനിർത്തുന്നു അല്ലെ. സോ ഇമേജ് ബിൽഡിംഗ് എബിലിറ്റീസ് ഉണ്ടാവണം. ഒരു ഹോസ്പിറ്റലിന്റെ ഇമേജ് ബിൽഡപ്പ് ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കണം. അതുപോലെ ഇന്റലിജൻസ്, ആന്റിസിപ്പേഷൻ, റിസൾട്ട് ഓറിയന്റഡ് അപ്രോച്ച്, ബുദ്ധി ഉണ്ടായിരിക്കണം. ആന്റിസിപ്പേഷൻ, കാര്യങ്ങളെ മുൻകൂട്ടി കാണാനുള്ള ഒരു അറിവുണ്ടായിരിക്കണം. ദെൻ റിസൾട്ട് ഓറിയന്റഡ് അപ്രോച്ച്, നമ്മൾ എന്ത് സമീപനം എടുക്കുമ്പോഴും അതിൽ ഒരു നല്ല റിസൾട്ട് കിട്ടുന്ന രീതിയിലുള്ള ഒരു അപ്രോച്ച് എടുക്കാനായിട്ട് സാധിക്കണം. നമ്മൾ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു, ആ പ്രശ്നത്തിന് നമുക്കൊരു പരിഹാരം കാണണം. നമ്മൾ എടുക്കുന്ന സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് നല്ലൊരു റിസൾട്ട് നമുക്ക് ഉണ്ടാവണം. സൊല്യൂഷൻ ഇല്ലാതെ, ഒരു റിസൾട്ട് ഇല്ലാത്ത ഒരു അപ്രോച്ച് ഒരിക്കലും നമ്മൾ എടുക്കരുത്. റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള സമീപനങ്ങള്, അതുപോലെ ബുദ്ധി ഉണ്ടാവണം, കാര്യങ്ങൾ മുൻകൂട്ടി കാണാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. പിന്നെന്താണ്? മീഡിയ സ്പെഷ്യലൈസേഷൻ, നമുക്കറിയാലോ കമ്മ്യൂണിക്കേഷൻസ് കൂടുതലും നടക്കുന്നത് മാസ് മീഡിയാസ് വഴിയായിട്ടാണ് അല്ലെ. അപ്പൊ മീഡിയ സ്പെഷ്യലൈസേഷൻ ഉണ്ടാവണം. മീഡിയാസ് ഒക്കെ ആയിട്ട് ഇടപഴകാനും ഇന്ററാക്ട് ചെയ്യാനും ഒക്കെയുള്ള അതൊക്കെ കൈകാര്യം ചെയ്തു പോകാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. അതുപോലെ എഡിറ്റോറിയൽ എക്സ്പെർട്ടൈസ്, എഡിറ്റോറിയൽ അതായത് എഡിറ്റ് ചെയ്യാൻ എഡിറ്റോറിയൽ വൈദഗ്ധ്യം ഉണ്ടായിരിക്കണം കേട്ടോ. ഓക്കെ, എഴുതാനും അത് എഡിറ്റ് ചെയ്യാനും കാര്യങ്ങൾ നല്ല രീതിയിൽ എഴുതാനാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അങ്ങനെയുള്ളൊരു എഡിറ്റോറിയൽ എക്സ്പെർട്ടൈസും കൂടി ആയിരിക്കണം ആര്? പബ്ലിക് റിലേഷൻ ഓഫീസർ എന്ന് പറയുന്നത്. ഓക്കെ ഷാനി, ഗുഡ് ആഫ്റ്റർനൂൺ. ഓവർ ലേറ്റ് ആയില്ല. ഇന്നലെ ഷാനിനെ കണ്ടില്ലല്ലോ ക്ലാസ്സിൽ. ഇന്നലെ ഷാനി ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ലല്ലോ. ഇല്ല മാം, വന്നില്ലായിരുന്നു. കുറച്ച് തിരക്കുണ്ടായിരുന്നു. പിന്നെ ഇന്ന് ഫോൺ ഒരു ചെറിയ കംപ്ലൈന്റ് ആയിട്ട് ഡാറ്റാസ് ഒക്കെ ട്രാൻസ്ഫർ ചെയ്യുന്ന തിരക്കിലായിരുന്നു. പുതിയ ഫോണിലേക്ക്. അതാണ്. ശരി ശരി. ഇന്നലെ പറഞ്ഞ മൊബൈല് കംപ്ലൈന്റ് ആയിരുന്നു അല്ലേ? ഇന്നലെ അതല്ലായിരുന്നു മാം. ഇന്നലെ ഞാൻ തീരെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ എനിക്ക് ഉറക്കം ക്ഷീണം കാരണം കൊണ്ട്
എനിക്ക് ക്ലാസ്സിൽ കയറി എനിക്ക് ഒന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നി. അതുകൊണ്ട് ഞാൻ ഓഫ് ആക്കിയിട്ട് കിടന്നുപോയി, ഉറങ്ങി. സോറി മാം, നോമ്പായോണ്ടാണ്. നോമ്പായോണ്ട് കുറച്ച് ഞാൻ ലേറ്റ് ആയി. ചോദിച്ചതാണ്. സാധാരണ ഷാനിന് ക്ലാസ്സിൽ കാണാറുണ്ട്, പിന്നെ കണ്ടില്ല, അതുകൊണ്ട് ചോദിച്ചതാണ് കേട്ടോ. അത് കുഴപ്പമൊന്നുമില്ല, എല്ലാവർക്കും ഓരോ കാര്യങ്ങൾ ഉണ്ടാകുന്നു. ചോദിച്ചതാണ്, അന്വേഷിച്ചതാണ്. കാരണം ക്ലാസ്സില് സ്ഥിരമായിട്ടൊക്കെ കയറുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവുന്നത്, ചിലപ്പോ അവരെ കാണാതെ ആകുമ്പോൾ എന്ത് പറ്റിയെന്ന് തോന്നാറുണ്ട്. അതുകൊണ്ട് ചോദിച്ചതാണ് കേട്ടോ. ഓക്കെ, കുഴപ്പമില്ല. ഇപ്പൊ നോമ്പിന്റെ സമയമൊക്കെ അല്ലേ. മാം നോമ്പ് കഴിഞ്ഞ് എന്താണ്? നോമ്പ് കഴിഞ്ഞ് ഞാൻ ഓക്കെ. ഇപ്പൊ ഇത്തിരി മടി കൂടുതലാണ് നോമ്പായോണ്ട്. ഓക്കെ ഓക്കെ. നോമ്പിന്റെ സമയമാകുമ്പോ ആ ഒരു ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. കുഴപ്പമില്ല. എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്, സാജിക എന്ന് പറഞ്ഞിട്ട്, എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്. അവളിതുപോലെ തന്നെയാ, ഭയങ്കര നോമ്പിലാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം എന്തോ വയ്യായൊക്കെ വന്നു, ആൾക്ക് സുഖമില്ലാതെ വന്നു. പറയാറുണ്ട് ശേഷം നോമ്പിന്റെ അതൊക്കെ പറയാറുണ്ട്. കുഴപ്പമില്ല കേട്ടോ. അപ്പൊ അവർക്ക് നമുക്ക് റെക്കോർഡിംഗ് ക്ലാസ് ഉണ്ടല്ലോ, അപ്പൊ അത് കണ്ടാൽ മതി കേട്ടോ. അപ്പൊ നമ്മൾ പറഞ്ഞു തന്നത് എന്താണ്? ക്വാളിറ്റീസ് ഓഫ് എ പബ്ലിക് റിലേഷൻ ഓഫീസർ അല്ലെ. ഒരു പബ്ലിക് റിലേഷൻ ഓഫീസറിന്റെ ക്വാളിറ്റീസ് ആണ് നമ്മൾ പറഞ്ഞത് അല്ലെ. അപ്പൊ ഇങ്ങനെ എന്തൊക്കെ ക്വാളിറ്റീസ് ഉണ്ടാവണം എന്നാ പറഞ്ഞത്? ആംബിൾ കോമൺ സെൻസ്, ഫസ്റ്റ് ക്ലാസ് ഓർഗനൈസിംഗ് കപ്പാസിറ്റി, good judgment and objectivity, ability to imagine and to appreciate, unlimited capacity for taking pain, readiness to work for long hours, be realistic and sense of humor, capacity to write and speak English fluently, nice voice and ability to speak in public, creative in ideas, basic understanding about the profession, image building abilities, intelligence, anticipation, result-oriented approach, media specialization, editorial expertise. ഓക്കെ, എത്രയേ ഉള്ളൂ ഒരു പബ്ലിക് റിലേഷൻ ഓഫീസർക്ക് വേണ്ട ക്വാളിറ്റീസ് ആണ് കേട്ടോ. അതൊന്ന് മനസ്സിലാക്കി നിങ്ങളോട് ചോദിക്കാൻ ചിലപ്പോൾ ഒരു പബ്ലിക് റിലേഷൻ ഓഫീസറിന്റെ ക്വാളിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പോയിന്റുകൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതെന്താണ്? റോൾ ഓഫ് PR ഓഫീസർ കേട്ടോ. റോളാണ് പഠിക്കാൻ പോകുന്നത്. പബ്ലിക് റിലേഷൻ ഓഫീസർ അല്ലെങ്കിൽ ഒരു പബ്ലിക് റിലേഷൻ മാനേജറുടെ റോൾ എന്താണ്? എന്തൊക്കെ റോളുകളാണ് അദ്ദേഹത്തിന് ഹോസ്പിറ്റലിൽ ഉള്ളത്? ഓക്കെ, നമുക്ക് ഒരു കാര്യം അറിയാം, പബ്ലിക്കുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന വ്യക്തിയാണ്. പക്ഷെ ആസ് എ ഹോസ്പിറ്റലിൽ ഒരു പബ്ലിക് റിലേഷൻ ഓഫീസറുടെ റോള് എന്തൊക്കെ റോളുകളാണ് അദ്ദേഹം ഹാൻഡിൽ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ പ്രധാനമായിട്ടും നമുക്ക് 4 പോയിന്റുകളാണ് പഠിക്കാനുള്ളത്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. റോള് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് ആ പോയിന്റിന്റെ ഉള്ളിൽ നിന്നൊക്കെ എടുത്ത് ചോദിച്ചു കണ്ടിട്ടുണ്ട് ക്വസ്റ്റ്യൻസ്. അപ്പൊ എന്തൊക്കെയാണ് 4 പോയിന്റ്? ഒന്ന് അഡ്വക്കേറ്റ് ആണ്, സെക്കൻഡ് കമ്മ്യൂണിക്കേറ്റർ, തേർഡ് വൺ പ്രോബ്ലം സോൾവർ ആൻഡ് ഫോർത്ത് വൺ ഒപ്പീനിയൻ മൈസ്ട്രോ. ഇതൊക്കെയാണ് അഡ്വക്കേറ്റ്, കമ്മ്യൂണിക്കേറ്റർ, പ്രോബ്ലം സോൾവർ, ഒപ്പീനിയൻ മൈസ്ട്രോ. ഓക്കെ, അപ്പൊ എന്തൊക്കെയാ നോക്കാം. ഓരോ റോൾ എന്തത് റോളാണ് കേട്ടോ. അഡ്വക്കേറ്റ് എന്ന് പറയുമ്പോൾ അദ്ദേഹം LLB പഠിച്ച് അവിടെ വാദിക്കാൻ പോകുന്നു എന്നുള്ള അർത്ഥത്തിലല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. അതൊരു റോള്, ഒരു അഡ്വക്കേറ്റിന്റെ റോൾ ആർക്കുണ്ട്? പബ്ലിക് റിലേഷൻ ഓഫീസർക്ക് ഹോസ്പിറ്റലിൽ ഉണ്ട് എന്നാണ് പറയുന്നത്. എങ്ങനെയാന്ന് നോക്കിയേ. അത് തന്നെ ലീഗലി സപ്പോർട്ട് കൊടുക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ് ആര്? പബ്ലിക് റിലേഷൻ ഓഫീസർ. ആ അർത്ഥത്തിലാണ് അദ്ദേഹം ഒരു അഡ്വക്കേറ്റിന്റെ റോള് ചെയ്യുന്നു എന്ന് നമ്മൾ പറയുന്നത്. Okay, the public relations manager is the chief advocate for the company. Okay, because എന്തുകൊണ്ടാണ്? They provide the legal support to the organization. അല്ലെ, ഒരു ഓർഗനൈസേഷന് വേണ്ട എല്ലാവിധ ലീഗൽ സപ്പോർട്ടും ആർക്ക് കൊടുക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ആര് കൊടുക്കുന്നുണ്ട്? പബ്ലിക് റിലേഷൻ ഓഫീസർക്ക് കൊടുക്കാൻ സാധിക്കും. സോ പബ്ലിക് റിലേഷൻ മാനേജർ is the chief advocate for the company. He has to concentrate all energy on building an organization. ശരിക്കും പറഞ്ഞ ഒരു ഓർഗനൈസേഷനെ ബിൽഡപ്പ് ചെയ്തെടുക്കുന്നതിന് ഫുൾ എനർജി കോൺസെൻട്രേറ്റ് ചെയ്ത ഒരു വ്യക്തിയാണ് പബ്ലിക് റിലേഷൻ ഓഫീസർ എന്ന് പറയുന്നത്. നമുക്കറിയാലോ, ഒരു പബ്ലിക് റിലേഷൻ ഇല്ലാതെ ഒരു സ്ഥാപനത്തിന് നിലനിൽപ്പില്ല ശരിക്കും പറഞ്ഞാൽ. അപ്പൊ ആ ഒരു സ്ഥാപനത്തിന് നല്ല രീതിയിൽ ബിൽഡപ്പ് ചെയ്തെടുക്കണമെങ്കിൽ അതിന്റെ പബ്ലിക്കിന്റെ സപ്പോർട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണല്ലോ. അപ്പം പബ്ലിക്കിന്റെ ആ ഒരു പെർസ്പെക്ടീവ്സ് ഒക്കെ മനസ്സിലാക്കി അതിന്റെ ഇടയിൽ എല്ലാവർക്കും സ്വീകാര്യമായ രീതിയിൽ ഒരു ഓർഗനൈസേഷനെ ബിൽഡപ്പ് ചെയ്തെടുത്തു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുന്ന ഒരു വ്യക്തിയാണ് പബ്ലിക് റിലേഷൻ ഓഫീസർ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെന്താണ്? ഹീസ് ദ സ്പോക്സ് പേഴ്സൺ ഫോർ ദ മാനേജ്മെന്റ്.
അദ്ദേഹം മാനേജ്മെന്റിന്റെ ഒരു വക്താവാണ്. എന്ന് പറഞ്ഞ മാനേജ്മെന്റിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് പബ്ലിക്കുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ് ആര്? പബ്ലിക് റിലേഷൻ ഓഫീസർ. അതായത് ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് നിന്നുള്ള കാര്യങ്ങൾ പബ്ലിക്കിലോട്ടും പബ്ലിക്കിൽ നിന്നുള്ള കാര്യങ്ങൾ ഹോസ്പിറ്റലിലോട്ടും അവർക്കിടയിൽ ഒരു മീഡിയേറ്റർ ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ. അത് ആ ഒരു അർത്ഥത്തിലാണ് ഒരു ലീഗൽ സപ്പോർട്ടും കൂടെ ഹോസ്പിറ്റലിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അവര്. ആ ഒരു അർത്ഥത്തിലാണ് അഡ്വക്കേറ്റ് എന്ന റോള് വരുന്നത് കേട്ടോ. ഓക്കെ, അത് പഠിച്ചു വെക്കുക കേട്ടോ. പബ്ലിക് റിലേഷൻ മാനേജർ ഇസ് ദ ചീഫ് അഡ്വക്കേറ്റ് ഫോർ ദ കമ്പനി. ചോദിക്കാം, ഡാഷ് ഈസ് ദ ചീഫ് അഡ്വക്കേറ്റ് ഫോർ ദ കമ്പനി. ആരാണ്? പബ്ലിക് റിലേഷൻ ഓഫീസർ ആണ്. നെക്സ്റ്റ് രണ്ടാമത്തെ റോള് പറയുന്നത് എന്താണ്? കമ്മ്യൂണിക്കേറ്റർ ആണ്. നല്ലൊരു കമ്മ്യൂണിക്കേറ്റർ റോള് ആർക്കുണ്ട്? പബ്ലിക് റിലേഷൻ ഓഫീസർക്ക് ഉണ്ട്. എന്താ നോക്കിയേ, പബ്ലിക് റിലേഷൻസ് മാനേജർ crafts communications policies and supervises the development of all statement and news releases for the company. അതായത് ഒരു പബ്ലിക് റിലേഷൻ മാനേജർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്ത് ചെയ്തു? കമ്മ്യൂണിക്കേഷൻസുമായിട്ട് ബന്ധപ്പെട്ട, അതായത് ഒരു നമ്മള് കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് ഒക്കെ പഠിച്ചതാണല്ലോ. കമ്മ്യൂണിക്കേഷനുമായിട്ട് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻസുമായിട്ട് ബന്ധപ്പെട്ട പോളിസികളെല്ലാം തന്നെ ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു പബ്ലിക് റിലേഷൻ മാനേജർ ആണ്. അപ്പൊ എക്സ്ട്രാ മ്യൂറൽ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും, ഇൻട്രാമ്യൂറൽ കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട പോളിസികൾ ക്രാഫ്റ്റ് ചെയ്യുന്നത്, ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു പബ്ലിക് റിലേഷൻ മാനേജർ ആണ്. അതിനു പുറമെ ഒരു കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസ് റിലീസസ്, ഒരു കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസ് റിലീസസും മറ്റ് സ്റ്റേറ്റ്മെന്റ്സ് വിശദാംശങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത് സൂപ്പർവൈസ് ചെയ്യേണ്ട ഒരു വ്യക്തി കൂടിയാണ് പബ്ലിക് റിലേഷൻ ഓഫീസർ. അതായത് ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് നമ്മൾ പുറത്തേക്ക് കൊടുക്കുന്ന വാർത്തകള്, മറ്റു വിവരങ്ങള്, അതിനെയൊക്കെ നല്ല രീതിയിൽ അത് എന്താണ് വാർത്തകളെയൊക്കെ പോളിഷ് ചെയ്ത് ശരിയായ രീതിയിൽ അത് പബ്ലിക്കിലോട്ട് എത്തിക്കാം എന്നുള്ളത് ആരുടെ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ആരുടെ റോളിന്റെ ഭാഗമാണ്? പബ്ലിക് റിലേഷൻ ഓഫീസറുടെ ഒരു ഡ്യൂട്ടിയുടെ ഭാഗമാണ്. ഓക്കെ, പിന്നെന്താണ്? സോഷ്യോളജി, സൈക്കോളജി ആൻഡ് ഗുഡ് ജേർണലിസം ആർ ദ എസെൻഷ്യൽ ടാലൻസ്. അത് പലതവണ ചോദിച്ചു കണ്ടൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അത് അണ്ടർലൈൻ ചെയ്തിട്ട് ഇങ്ങനെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. Sociology, psychology and good journalism are the essential talents of a public relation officer. As a dash role, ഏത് റോളിലാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഏത് റോളിലാണ്? കമ്മ്യൂണിക്കേറ്റർ എന്ന് പറയുന്ന റോളിലാണ്. ഒരു മിനിറ്റ് കേട്ടോ. കോട്ടിട്ടിട്ട് ഭയങ്കരമായിട്ട് ചൂടെടുക്കുന്നു. അതൊന്നും കോട്ട് ഊരി വെക്കാന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പൊ എന്താണ് പറഞ്ഞത്? ദ പബ്ലിക് റിലേഷൻ മാനേജർ ക്രാഫ്റ്റ്സ് ദ കമ്മ്യൂണിക്കേഷൻ പോളിസി നമ്മൾ പറഞ്ഞു. അപ്പൊ ഒരു കമ്മ്യൂണിക്കേറ്റർ എന്ന റോളില് അദ്ദേഹത്തിന് എന്തിലൊക്കെ അറിവ് ഉണ്ടാവണം? സോഷ്യോളജി, സൈക്കോളജി ആൻഡ് ഗുഡ് ജേർണലിസം ആർ ദ എസെൻഷ്യൽ ടാലൻസ് അല്ലെ. സോഷ്യോളജി എന്ന് പറയുമ്പോൾ നമ്മുടെ സമൂഹത്തെ പറ്റിയാണ് അതിനകത്ത് പഠിക്കുന്നത്, സൊസൈറ്റിയെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ അതിലൊരു അറിവ് വേണം അല്ലെ. നമ്മുടെ പബ്ലിക് അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയുടെ പെർസ്പെക്ടീവ്സ് എന്തൊക്കെയാണ് അത് മനസ്സിലാക്കണ്ടേ. അതുപോലെ തന്നെ സൈക്കോളജി, അതും അറിയണം അല്ലെ. ഹ്യൂമൻ മൈൻഡിനെ പറ്റി നമുക്കൊരു അറിവുണ്ടാവണം അല്ലെ. എങ്ങനെയൊക്കെ ആയിരിക്കും ആ മൈൻഡ് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ അവർക്ക് സേവനങ്ങൾ കൊടുക്കുന്നതായിട്ട് അല്ലെ. അതുപോലെ ഗുഡ് ജേർണലിസം, നല്ലൊരു കാര്യങ്ങൾ ബോൾഡായിട്ട് പറയാനും അവതരിപ്പിക്കാനും അതിനൊക്കെ ഒരു സ്കില്ല് വേണം. സോ സോഷ്യോളജി, സൈക്കോളജി, ഗുഡ് ജേർണലിസം ഇതൊക്കെ എസെൻഷ്യൽ ടാലൻസ് ആണ് പബ്ലിക് റിലേഷൻ ഓഫീസറിന്റെ. ഏത് റോളിലാണ്? കമ്മ്യൂണിക്കേറ്റർ എന്ന റോളിൽ കേട്ടോ. ഇനി എപ്പോഴും കമ്മ്യൂണിക്കേഷൻസ് എങ്ങനെയായിരിക്കണം? കമ്മ്യൂണിക്കേഷൻസ് ഹാവ് ടു ബി ക്ലിയർ, ബ്രീഫ് ആൻഡ് റിലവന്റ് ടു ദ ഓഡിയൻസ് അല്ലെ. കമ്മ്യൂണിക്കേഷൻസ് എന്ന് പറയുന്നത് എപ്പോഴും വളരെ വ്യക്തമായിരിക്കണം, അതുപോലെ ബ്രീഫ് ആയിരിക്കണം, അതുപോലെ ഓഡിയൻസിന് എപ്പോഴും റിലവന്റ് ആയിട്ട് ഉള്ള കാര്യങ്ങളായിരിക്കണം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ വാരി വലിച്ച ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നതല്ല ഉദ്ദേശിക്കുന്നത്. നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്ത് തന്നെ ആയിക്കോട്ടെ അത് ഏറ്റവും വ്യക്തമായിട്ട് അല്ലെ, വളരെ ബ്രീഫായിട്ട്, ഒരുപാട് നമ്മൾ നീട്ടി പരത്തി പറയാതെ ഏറ്റവും ചുരുക്കി എന്നാൽ വ്യക്തമാകുന്ന രീതിയിൽ, അതുപോലെ നമ്മുടെ ഓഡിയൻസിന് ഏറ്റവും റിലവന്റ് ആയിട്ട് ആധികാരികമായിട്ടുള്ള കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് അല്ലെ. കഴിഞ്ഞുപോയ കാര്യങ്ങളെ പറ്റിയിട്ടല്ല, ഇനി നടന്നുകൊണ്ടിരിക്കുന്നതും വരാനിരിക്കുന്നതുമായ കാര്യങ്ങൾ, റിലവന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഒരു കമ്മ്യൂണിക്കേറ്റർ എന്ന റോള് മനസ്സിലായോ നിങ്ങൾക്ക്?
ഓക്കെ ആണോ? അഡ്വക്കേറ്റും കമ്മ്യൂണിക്കേറ്ററും. ഇനി അടുത്തത് എന്താണ്? പ്രോബ്ലം സോൾവർ ആണ്. പ്രോബ്ലം സോൾവർ എന്നൊരു റോള് അദ്ദേഹത്തിനുണ്ട്. എന്താണ് പറയുന്നത്? പബ്ലിക് റിലേഷൻസ് മാനേജർ ഇസ് ദ അൾട്ടിമേറ്റ് സ്പിൻ ഡോക്ടർ. സ്പിൻ ഡോക്ടർ, അൾട്ടിമേറ്റ് സ്പിൻ ഡോക്ടർ, അതൊരു ഫ്രേസ് ആണ് കേട്ടോ. സ്പിൻ ഡോക്ടർ എന്ന് പറഞ്ഞാലേ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയോ? നമ്മള് കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന സമയത്ത് ഒരു പ്രോബ്ലംസ് ഉണ്ടായെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് എന്തെങ്കിലും ആരോപണങ്ങൾ വരികയാണ്, എന്തെങ്കിലും ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെടുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? എപ്പോഴും ഹോസ്പിറ്റലിന് അനുകൂലമാകുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ ഇമേജിന് കോട്ടം വരാത്ത രീതിയിൽ നമ്മൾ കാര്യങ്ങൾ എന്ത് ചെയ്യണം? അവതരിപ്പിക്കണം, പുറത്ത് അവതരിപ്പിക്കണം. അതാണ് സ്പിൻ ഡോക്ടർ എന്നുള്ള ഒരു ഫ്രേസ് കൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണ് അല്ലെ. കാര്യം ഇദ്ദേഹം എന്താണ്? ഒരു ഹോസ്പിറ്റലിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ മാനേജ്മെന്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പൊ എന്തെങ്കിലും ഇഷ്യൂസുകൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കൺസേൺസ് ഒക്കെ വരുന്ന സമയത്ത് എപ്പോഴും നമ്മൾ പൊതുജനങ്ങളിലോട്ട് എത്തിക്കേണ്ടത് വളരെ എന്താണ് ശരി, കുറച്ചും കൂടെ നമുക്ക് എപ്പോഴും അനുകൂലമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പൊതുജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത് അല്ലെ. അപ്പൊ ആ രീതിയിൽ നമ്മളെ കാര്യങ്ങളെ ഒന്ന് പോളിഷ് ചെയ്ത് അവതരിപ്പിക്കുന്ന ആ ഒരു രീതി ഉണ്ടല്ലോ, അതാണ് അവിടെ സ്പിൻ ഡോക്ടർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. സോ പബ്ലിക് റിലേഷൻ മാനേജർ ഇസ് അൾട്ടിമേറ്റ് സ്പിൻ ഡോക്ടർ. കാര്യം എന്താണ്? ഇറ്റ് ഈസ് ഹിസ് ഓർ ഹെർ ജോബ് ടു പുട്ട് ദ ബെസ്റ്റ് ഫേസ് ഓൺ ന്യൂസ് ആൻഡ് ഇൻഫർമേഷൻ that could embarrass or defame the company's reputation. ഇപ്പൊ കമ്പനിയുടെ റെപ്യൂട്ടേഷനെ ബാധിക്കുന്ന എന്തെങ്കിലും മോശമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്ന സമയങ്ങളിൽ കമ്പനി അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിന്റെ ഏറ്റവും നല്ലൊരു ഫേസ്, നല്ലൊരു ഇമേജ് പുറത്തേക്ക് കൊടുക്കാനുള്ള ഒരു ഉത്തരവാദിത്തം മാത്രമുണ്ട് നമ്മുടെ ഈ പറയുന്ന പബ്ലിക് റിലേഷൻ ഓഫീസർക്കുണ്ട്. ആ രീതിയിൽ നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്ത് പോകുന്നുള്ളതാണ്. ഓക്കെ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. Often she will be called upon to polish common information into platinum data that gives the company more credit than would normally be due for routine accomplishment. അതുപോലെ തന്നെ നമ്മൾ കോമൺ ആയിട്ടുള്ള ചില ഇൻഫർമേഷൻസ് ആയിരിക്കും, അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് പോളിഷ് ചെയ്യണം. അതൊന്ന് പോളിഷ് ചെയ്ത് നമ്മളുടെ ആ ഒരു ഇമേജ് നമുക്ക് ബിൽഡപ്പ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ ഒന്ന് ഹൈലൈറ്റ് ചെയ്തൊക്കെ ചില കാര്യങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? അവതരിപ്പിക്കണം. നമ്മൾ മീൻസ് പബ്ലിക് റിലേഷൻ ഓഫീസർ അവതരിപ്പിക്കണം. അതാണ് പറഞ്ഞത്. To polish the common information into platinum data. Platinum data എന്ന് പറയുന്നത് കുറച്ചും കൂടെ പോളിഷ് ചെയ്ത ഡാറ്റ എന്നുള്ള അർത്ഥമാണ്. സ്വതവേ നടക്കുന്ന കാര്യങ്ങളായിരിക്കാം, പക്ഷെ നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ ഹോസ്പിറ്റലിന്റെ ഇമേജ് ഒന്ന് നമുക്ക് ബിൽഡപ്പ് ചെയ്യണം, അല്ലെങ്കിൽ പുറത്തുള്ള ആളുകളുടെ ഇടയിലേക്ക് നമുക്ക് നല്ലൊരു അക്കംപ്ലിഷ്മെന്റ് കിട്ടണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? പൊതുവായ കാര്യങ്ങളായാലും അതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് പോളിഷ് ചെയ്ത് ഈ പറയുന്ന പോലെ ഒന്ന് ഹൈലൈറ്റ് ചെയ്തെടുത്ത് നമ്മൾ എന്ത് ചെയ്യണം? അവതരിപ്പിക്കണം. അങ്ങനെ അവതരിപ്പിക്കുമ്പോൾ സാധാരണ ആ ഒരു സ്ഥാപനത്തിന് കിട്ടുന്നതിനേക്കാൾ കുറച്ചും കൂടെ ഒരു ക്രെഡിബിലിറ്റി നമുക്ക് അതിലൂടെ കിട്ടും അല്ലെ. ഓക്കെ, കുറച്ച് ഹൈലൈറ്റ് ചെയ്തിട്ട് നമ്മൾ പരസ്യമൊക്കെ ചെയ്യില്ലേ? ഒരു പ്രോഡക്റ്റിന് തന്നെ എത്രയോ പരസ്യം, ഇപ്പൊ സോപ്പിന്റെ തന്നെ എത്രയോ പരസ്യങ്ങൾ ഉണ്ടാവും അല്ലെ. അപ്പൊ ഓരോ പരസ്യത്തിലും നമ്മൾ എന്താ ചെയ്യാം? കുറെ കൂടെ ആ സോപ്പുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്താണ് നമ്മൾ കാണിക്കുന്നത്. മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചിലതല്ല. സോപ്പ് എന്ന് പറയുമ്പോൾ അതിന്റെ ഉപയോഗം കോമൺ ആണ് അല്ലെ, അത് പ്രത്യേകിച്ചൊന്നും നമുക്ക് പറയാനില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യാണ്? സോപ്പിനെ നമ്മൾ പരസ്യം ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഇങ്ങനെയാണ്, മറ്റുള്ള സോപ്പിനേക്കാളും കുറെ കൂടി ഗുണങ്ങൾ ഉണ്ട് എന്നുള്ള രീതിയിൽ നമുക്ക് കുറെ കൂടി പോളിഷ് ചെയ്ത് കാണിക്കും അല്ലെ. അങ്ങനെയാണ് നമ്മൾ അതിനെ വ്യത്യസ്തമാക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെ പറയുന്നത് കേട്ടോ. കോമൺ ആയിട്ടുള്ള ഇൻഫർമേഷൻസിന് ഒന്ന് പോളിഷ് ചെയ്തത് ഒരു പ്ലാറ്റിനം ഡാറ്റയിലോട്ട് മാറ്റി ഒന്നുകൂടെ ഹൈലൈറ്റ് ചെയ്ത് ഒരു നല്ലൊരു ഇമേജ് ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ചുകൂടി ക്രെഡിബിലിറ്റി ലഭിക്കുന്നതിന് വേണ്ടി ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുക എന്നുള്ളതാണ് കേട്ടോ. ആ രീതിയിൽ നമ്മൾ പ്രോബ്ലംസിന് സോൾവ് ചെയ്യാൻ എന്നുള്ളതും ഒരു പബ്ലിക് റിലേഷൻ മാനേജറുടെ റോളിന് വരുന്നതാണ്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വരുന്നതാണ് ഒപ്പീനിയൻ മൈസ്ട്രോ. ഒപ്പീനിയൻ മൈസ്ട്രോ എന്ന് പറയുന്നത് നമ്മൾ പറയില്ല, അഭിപ്രായങ്ങളൊക്കെ വളരെയധികം അഭിപ്രായങ്ങൾ തുറന്നു പറയുക, അല്ലെങ്കിൽ നല്ല നല്ല അഭിപ്രായങ്ങൾ പറയുന്നതിനായിട്ട് വിദഗ്ധരായിട്ടുള്ള ഒരു വ്യക്തിയുടെ ഒരു റോള്, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് ഒപ്പീനിയൻ മൈസ്ട്രോ. ദ പബ്ലിക് റിലേഷൻ മാനേജർ കൺട്രോൾസ് ഓൾ ഔട്ട്റീച്ച് എഫേർട്സ്. അതായത് ഒരു പബ്ലിക് റിലേഷൻ മാനേജർ എന്ന് പറയുമ്പോൾ എല്ലാ ഔട്ട്റീച്ച് എഫർട്ടുകളെയും കൺട്രോൾ ചെയ്യുന്ന വ്യക്തി. ഔട്ട്റീച്ച് എഫർട്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, അതൊരു ഹോസ്പിറ്റലിന്റെ ആ ഒരു സേവനങ്ങളായിക്കോട്ടെ ഫെസിലിറ്റികളായിക്കോട്ടെ എല്ലാം തന്നെ പബ്ലിക്കിലോട്ട് വ്യാപിപ്പിക്കുക. അതാണ് ഔട്ട്റീച്ച് എഫർട്ട് എന്ന് പറയുന്നത്. പല രീതിയിൽ അത് പബ്ലിക്കിലോട്ട് എത്തിക്കുക, പബ്ലിക്കിന്റെ ഇടയിൽ അതിനെ വ്യാപിപ്പിക്കുക, അങ്ങനെയുള്ള ഔട്ട്റീച്ച് എഫർട്ടുകൾ എല്ലാം തന്നെ ഇപ്പൊ മാസ് മീഡിയാസ് വഴിയായിട്ടായിരിക്കാം, ഡയറക്റ്റ് ആയിരിക്കും, എങ്ങനെയാണെങ്കിലും ഇരിക്കട്ടെ,
നമ്മൾ അതിനെല്ലാം തന്നെ കൺട്രോൾ ചെയ്യുന്ന, നിയന്ത്രിക്കുന്ന ഒരു വ്യക്തിയാണ് അത് പബ്ലിക് റിലേഷൻ മാനേജർ ഓഫീസർ എന്ന് പറയുന്നത്. He is accountable for media placements. കണ്ടോ, മീഡിയ പ്ലേസ്മെന്റ്സിനൊക്കെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള വ്യക്തിയാണ്. മീഡിയാസിൽ എങ്ങനെയുള്ള വിവരങ്ങൾ പോകണം, എന്തൊക്കെയാണ് മീഡിയാസിൽ കൊടുക്കേണ്ട കണ്ടന്റുകള്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ എല്ലാ റെസ്പോൺസിബിലിറ്റി ആർക്കാണുള്ളത്? പബ്ലിക് റിലേഷൻ ഓഫീസർക്കാണ്. ആൻഡ് അറേഞ്ചിങ് ഓർഗനൈസേഷണൽ ഫങ്ഷൻസ്, അതുപോലെ ഓർഗനൈസേഷൻ സംബന്ധമായിട്ടുള്ള ഫങ്ഷൻസുകളൊക്കെ അറേഞ്ച് ചെയ്യുന്നതിനും മീഡിയ പ്ലേസ്മെന്റ്സിനൊക്കെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ആൻഡ് എഫേർട്സ് ഓഫ് എക്സിക്യൂട്ടീവ്സ്. എക്സിക്യൂട്ടീവ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ പ്രവർത്തിക്കുന്ന ഏറ്റവും ടോപ്പ് ലെവലിൽ ഇരിക്കുന്ന സ്റ്റാഫുകൾ, എക്സിക്യൂട്ടീവ്സുകൾ, അവരുടെ എന്താണ്, അവരുടെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങള് അല്ലെങ്കിൽ അവരുടെ ഓർഗനൈസേഷൻ സംബന്ധമായിട്ടുള്ള ഫങ്ഷൻസ് അറേഞ്ച് ചെയ്യുന്നതിന്, മീഡിയ പ്ലേസ്മെന്റ്സുകള്, ഇതിനെല്ലാത്തിനും റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് പബ്ലിക് റിലേഷൻ ഓഫീസർ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഹിസ് ഡ്യൂട്ടി ടു ഡിസൈഡ് ദ എക്സിക്യൂട്ടീവ് appropriate for each situation and make sure that the person has an approved information and statements in hand. അതുപോലെ തന്നെ ഓരോ സാഹചര്യത്തിനും അനുയോജ്യനായിട്ടുള്ള എക്സിക്യൂട്ടീവുകളെ ഡിസൈഡ് ചെയ്യാനുള്ള ഒരു റെസ്പോൺസിബിലിറ്റി കൂടെ പബ്ലിക് റിലേഷൻ ഓഫീസർക്കുണ്ട്. എന്താണ് അത് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ഇപ്പൊ നമ്മള് ഞാൻ ഒരു ഉദാഹരണം പറയും. ഇപ്പൊ നമ്മള് ഈ ഒരു നമ്മുടെ ഇതിലൊക്കെ കണ്ടിട്ടില്ലേ, ടി വിയിലൊക്കെ കണ്ടിട്ടില്ലേ, ഡോക്ടറോട് ചോദിക്കാം, അങ്ങനെയൊക്കെയുള്ള പ്രോഗ്രാം നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇപ്പൊ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ചിലപ്പോൾ അതിന് വിദഗ്ധനായിട്ടുള്ള ഒരാളെയാണ് പൊതുവെ നമ്മൾ ഇന്റർവ്യൂ ചെയ്യുന്നത്. അങ്ങനെയുള്ള ഒരാളെയാണ് നമ്മൾ പൊതുവെ അവിടെ ഇരുത്താറ്, അല്ലെ? എന്നിട്ട് അവരുമായിട്ട് ഇന്റർവ്യൂ ചെയ്ത് പബ്ലിക്കിൽ നിന്ന് ആളുകൾക്ക് കോൾ ചെയ്ത് ചോദിക്കാം, അങ്ങനെയൊക്കെയുള്ള പരിപാടികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോ ഞാൻ എക്സാമ്പിളിന് വേണ്ടി പറയുന്നതാണ്. അപ്പൊ ഒരു സാഹചര്യം വരുമ്പോ അതിന് ഏറ്റവും അനുയോജ്യനായിട്ടുള്ള അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ വേണം നമ്മൾ ആ പരിപാടിയിൽ റെപ്രസെന്റ് ചെയ്ത് വിടാനായിട്ട്, അല്ലെ? ഇപ്പൊ നമ്മളൊരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് നമ്മുടെ ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റലിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് ഇരിക്കട്ടെ, അപ്പൊ അതിനെ പറ്റി നമുക്ക് പൊതുജനങ്ങളെ അറിയിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിനെ ആയിരിക്കും നമ്മൾ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് വിടുന്നത്, അല്ലെ? കാരണം അങ്ങനെയുള്ള ആളുകൾക്കാണ് അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കാൻ കഴിയുള്ളൂ. അപ്പൊ അത് തന്നെയാണ് അവിടെ പറയുന്നത്. ഓരോ സിറ്റുവേഷൻസിനും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള എക്സിക്യൂട്ടീവ്സുകളെ ഡിസൈഡ് ചെയ്യുന്നതും. കാര്യം നമ്മൾ ആ ഒരു വ്യക്തി സംസാരിക്കുന്നതിലൂടെയാണ് അവിടുത്തെ സേവനങ്ങളെ പറ്റിയിട്ട് പബ്ലിക്കിലോട്ട് എത്തുന്നത്. അപ്പൊ ആ സംസാരിക്കുന്ന വ്യക്തി എപ്പോഴും ടാലന്റഡ് ആയിരിക്കണം, അല്ലെങ്കിൽ ആ ഒരു സേവനങ്ങളെ പറ്റി ശരിക്കും അവയർനെസ് കൊടുക്കാൻ പറ്റുന്ന ഒരാളായിരിക്കണം അവിടെ ഇരിക്കേണ്ടത്, അല്ലെ? എന്നാൽ മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു കാര്യം നമുക്ക് കിട്ടുള്ളൂ, അല്ലെ? അപ്പൊ അത് തന്നെയാണ് പറയുന്നത്. ഓരോ സിറ്റുവേഷനും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള എക്സിക്യൂട്ടീവ്സുകൾ ആര് റെപ്രസെന്റ് ചെയ്യണം, അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും അനുയോജ്യനായിട്ടുള്ള ഒരു വ്യക്തിയെ ഡിസൈഡ് ചെയ്യുന്നതും, അതോടൊപ്പം മേക്ക് ഷുവർ ദാറ്റ് പേഴ്സൺ ഹാസ് അപ്രൂവ്ഡ് ഇൻഫർമേഷൻ ആൻഡ് സ്റ്റേറ്റ്മെന്റ്സ് ഇൻ ഹാൻഡ്. ഇനി അങ്ങനെ റെപ്രസെന്റ് ചെയ്ത് പോകുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ കയ്യിൽ അപ്രൂവ്ഡ് ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും സ്റ്റേറ്റ്മെന്റ്സുകൾ എല്ലാം തന്നെ അദ്ദേഹത്തിന്റെ പക്കലുണ്ടെന്ന് ഉറപ്പാക്കുകയും വേണം, അല്ലെ? എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നത് അവരുടെ ക്വാളിഫിക്കേഷൻ, ഇപ്പൊ എന്തെങ്കിലും ചോദിച്ചാൽ തന്നെ അതിനെ പറ്റി നല്ലൊരു ഇൻഫർമേഷൻ കൊടുക്കാനുള്ള അപ്രൂവ്ഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസും കൊടുക്കാനുള്ള ഒരു എബിലിറ്റി അവർക്ക് ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം. അങ്ങനെയുള്ള ആളുകളെയാണ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്, കേട്ടോ. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പൊ ഈ 4 റോളുകള് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്, കേട്ടോ. ഏതൊക്കെ റോളാണ്? അഡ്വക്കേറ്റ്, പ്രോബ്ലം സോൾവർ, കമ്മ്യൂണിക്കേറ്റർ, ഒപ്പീനിയൻ മാജിസ്ട്രോ. അതൊന്ന് വായിച്ചു നോക്കി. എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ പറയാം, കേട്ടോ. നമുക്കത് പറയാം. ഓക്കെ, അഡ്വക്കേറ്റ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഒരു ലീഗൽ സപ്പോർട്ട് കൊടുക്കുന്നു, ഒരു മാനേജ്മെന്റിന്റെ വക്താവായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. ആ അർത്ഥത്തിലാണ് അഡ്വക്കേറ്റ് എന്ന് പറയുന്നത്. കമ്മ്യൂണിക്കേറ്റർ എന്ന് പറയുമ്പോൾ എന്താണ്? എപ്പോഴും എന്താണ് ഒരു കമ്മ്യൂണിക്കേറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ പബ്ലിക്കുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതേസമയം കമ്മ്യൂണിക്കേറ്റർ എന്നുള്ള രീതിയിൽ സോഷ്യോളജി, സൈക്കോളജി അല്ലെങ്കിൽ ജേർണലിസത്തിലൊക്കെ ഒരു അറിവ് അദ്ദേഹത്തിന് ഉണ്ടായിരിക്കണം. എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ വളരെ ക്ലിയർ ആയിരിക്കണം, വ്യക്തമായിരിക്കണം, റിലവന്റ് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അല്ലെ? പ്രോബ്ലം സോൾവർ എന്ന് പറയുമ്പോൾ ഇപ്പൊ ഒരു ഹോസ്പിറ്റലിനെ ബാധിക്കുന്ന എന്തെങ്കിലും ഇഷ്യൂസുകൾ, പ്രോബ്ലംസ് ഒക്കെ വരുന്ന സമയത്ത് ഒരു നല്ലൊരു ഇമേജ് നിലനിർത്തിക്കൊണ്ട് ഹോസ്പിറ്റലിന്റെ ഇമേജ് നഷ്ടപ്പെടാത്ത രീതിയിൽ കാര്യങ്ങളെ കൈകാര്യം ചെയ്യേണ്ടത് ആരാണ്? പബ്ലിക് റിലേഷൻ ഓഫീസർ ആണ്, കേട്ടോ. ഓക്കെ, ഇതാണ് സലീന. ഗുഡ് ആഫ്റ്റർനൂൺ. ഇപ്പോഴാണ് ക്ലാസ്സിൽ കയറുന്നത്, ക്ലാസ് കഴിയാറായില്ല. ഓക്കെ, ഞാൻ വരുന്നത് ഒപ്പീനിയൻ മാജിസ്ട്രോ, കേട്ടോ.
ഒപ്പീനിയൻ മാസ്റ്റർ മനസ്സിലായല്ലോ. അതായത് ഒരു പബ്ലിക് റിലേഷൻ ഓഫീസർ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഔട്ട്റീച്ച് എഫർട്ടുകളെ കൺട്രോൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഓർഗനൈസേഷന്റെ ഫംഗ്ഷൻസ് അറേഞ്ച് ചെയ്യുന്നതിനും എക്സിക്യൂട്ടീവ്സുകളുടെ എഫേർട്സുകൾ അതിനെ മേൽനോട്ടം നയിക്കുന്നതും മീഡിയ പ്ലേസ്മെന്റ്സിനൊക്കെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് പബ്ലിക് റിലേഷൻ ഓഫീസർ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ? പിന്നെ നമ്മൾ പഠിച്ച കാര്യങ്ങള് എന്തായിരുന്നു? നമ്മൾ ഇൻഡിക്കേറ്റേഴ്സ് എങ്ങനെയാണ് പബ്ലിക് റിലേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി. പിന്നെ ഒരു പബ്ലിക് റിലേഷൻ ഓഫീസറുടെ ക്വാളിറ്റി, പിന്നെ അദ്ദേഹത്തിന്റെ റോള് കേട്ടോ. അത്രയും മാത്രമേ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളൂ. കുഴപ്പമില്ലല്ലോ, ഞാൻ പറഞ്ഞില്ലേ വലിയ ചാപ്റ്റർ ആണെങ്കിൽ അധികമൊന്നും ഇല്ല ഇതിനകത്ത് പഠിക്കാനായിട്ട്. നമ്മുടെ ഒരു കോമൺ സെൻസ് വെച്ച് നമുക്ക് പഠിക്കാവുന്ന ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഫങ്ഷൻസ് കൂടെ പറയാനുള്ളൂ കേട്ടോ. മെയിനായിട്ട് ഇതിനകത്ത് ഫങ്ഷൻസ് മാത്രമേ ഉള്ളൂ. പിന്നെ കുറച്ച് ബോക്സില് കാര്യങ്ങൾ പറയുന്ന അതൊന്നും അത്ര വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. ഫങ്ഷൻസും കൂടി ഉള്ളൂ കേട്ടോ. അപ്പൊ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കൂ കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. റോൾ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. റോള്, ക്വാളിറ്റീസ്, അതുപോലെ നമ്മൾ ഇൻഡിക്കേറ്റേഴ്സ് ഒരു 5 പോയിന്റ് ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇതിനൊക്കെയാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്ന് കണ്ടിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.